ആത്മാഭിമാനം അടിയറ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ കേരള കോൺഗ്രസും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിക്കാനുള്ള കേരള കോൺഗ്രസ് എമ്മിൻ്റെ തീരുമാനം നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഗുണപരമായി മാറ്റമുണ്ടാക്കാൻ സഹായകരമായ ഒന്നാണ്. മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ തീരുമാനം ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ചർച്ചയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികളുമായും ചർച്ച ചെയ്യും. കേരള കോൺഗ്രസിനെ സ്നേഹിക്കുകയും കേരള കോൺഗ്രസിനോടൊപ്പം നിൽക്കുകയും ചെയ്ത ജനവിഭാഗങ്ങൾ ഒരു കാരണവശാലും ഈ നടപടി അംഗീകരിക്കില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. എല്ലാ രാഷ്ട്രീയ മര്യാദകളും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇടതുമുന്നണി ഇന്ന് കഴിഞ്ഞതെല്ലാം മറന്ന് മാണി സാറിനെതിരായ നീചമായ പ്രവർത്തനങ്ങൾ നടത്തിയതിനെ വിസ്മരിച്ച് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ മുന്നണിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. മാണിയുടെ വീട്ടിൽ നോട്ടെണ്ണൽ മെഷീൻ ഉണ്ട് എന്ന് പറഞ്ഞ ആളാണ് ശ്രീ പിണറായി വിജയൻ. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലും ലൈഫ് മിഷൻ കേസിലുമെല്ലാം പിണറായി വിജയന് നോട്ടെണ്ണൽ യന്ത്രത്തിന്റെ ആവശ്യമുള്ളത് കൊണ്ടാണോ നോട്ടെണ്ണൽ യന്ത്രം കൈവശമുള്ള കേരളത്തിലെ ഏക പാർട്ടിയെ CPM-ലേക്ക് സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് BJPക്ക് ചോദിക്കാനുള്ളത്. മാണി ഗ്രൂപ്പ് ഇടതുമുന്നണിയിൽ ചേർന്നത് രാഷ്ട്രീയ കേരളത്തിന് അപ്രതീക്ഷിത വാർത്തയായിരുന്നില്ല. വേണ്ട ചർച്ചകളും കണക്കുകൂട്ടലുകളും ഒക്കെ നടത്തിയ ശേഷമാകുമല്ലോ ഇരുപക്ഷവും അങ്ങനെയൊരു പോക്കുവരവ് തീരുമാനിച്ചിട്ടുണ്ടാവുക. 39 വർഷങ്ങൾ UDF-ൽ തുടർന്ന ഒരു പാർട്ടിയാണ് അപ്പുറത്തേക്ക് മാറുന്നത്. KM മാണി എന്ന പാർട്ടിയുടെ നേതൃബിംബമില്ലാത്ത ഈ പാർട്ടിക്ക് അവരുടെ മുഴുവൻ വോട്ടുകളും സമാഹരിച്ച് ഇടതുമുന്നണിക്ക് എത്തിച്ചു കൊടുക്കാനാകുമോ എന്ന ചോദ്യം പ്രധാനപ്പെട്ടതായി ഇടത് അന്തരീക്ഷത്തിലുണ്ട്. ജോസ് കെ മാണി എന്ന നേതാവിന് ഇത് വിജയം നേടിക്കൊടുക്കുന്ന നീക്കമാകുമോ എല്ലാ കാലത്തേക്കും? മധ്യകേരളത്തിൽ നിന്ന് മുമ്പ് കിട്ടിയിട്ടില്ലാത്ത വോട്ടുകൾ സമാഹരിക്കാൻ ഈ പാർട്ടിയുടെ വരവ് ഇടതുമുന്നണിക്ക് സഹായകമാകുമോ? അത് UDF-ന് വലിയ തിരിച്ചടിയും ആകുമോ ഈ കേന്ദ്രങ്ങളിൽ? ഒപ്പം അഴിമതി പാർട്ടിയാണ് എന്ന് നാട്ടുകാരോട് പറഞ്ഞ് വലിയ സമരം നാട്ടിൽ നടത്തിയ CPM-ന് ഇവരെ കൂടെ കൂട്ടുന്നതിൽ രാഷ്ട്രീയ നാണക്കേട് തോന്നേണ്ട കാര്യമൊന്നുമില്ലേ? ഇക്കാര്യങ്ങളാണ് നമ്മുടെ ചർച്ചയിൽ. സ്വാഗതം. കോൺഗ്രസ് നേതാവ് ശ്രീ A. ഷുക്കൂർ ആലപ്പുഴയിൽ നിന്ന് ഈ ചർച്ചയിൽ ചേരുന്നു. ശ്രീ മുഹമ്മദ് റിയാസ് CPM നേതാവ്, DYFI നേതാവ് തിരുവനന്തപുരത്ത് നിന്നാണ്. ശ്രീ പ്രമോദ് നാരായണൻ കേരള കോൺഗ്രസ് എമ്മിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം കോട്ടയത്ത് നിന്ന് നമ്മോടൊപ്പം ചേരുകയാണ്. മറ്റുള്ളവരെ ഞങ്ങൾ ടെലിഫോണിലും പ്രതീക്ഷിക്കുന്നുണ്ട്. BJP നേതാവ് ശ്രീ VV രാജേഷ് ടെലിഫോണിലും ഈ ചർച്ചയിൽ ചേരും. ആദ്യം ശ്രീ മുഹമ്മദ് റിയാസ്, ഇവിടെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ അഴിമതിയാണ് ബാർക്കോഴയുമായി ബന്ധപ്പെട്ടുണ്ടായത്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ അഴിമതിക്കാരനായ നേതാവ് KM മാണിയാണ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ അഴിമതി പാർട്ടി കേരള കോൺഗ്രസ് എമ്മാണ്. ഇങ്ങനെയെല്ലാം നാട്ടുകാരോട് പറഞ്ഞ് വലിയ സമരവും മറ്റുമൊക്കെ നടത്തിയ ഇടതുപക്ഷത്തിന് ഇപ്പോൾ മുന്നണിയിലേക്ക് ഇവരെ കൊണ്ടുവരുന്നതിൽ രാഷ്ട്രീയമായ നാണക്കേട് തോന്നേണ്ടതല്ലേ? രാഷ്ട്രീയമായിട്ട് ഒരു അധാർമിക നീക്കമാണിത് എന്ന് വിമർശിക്കുന്നവരോട് എന്താണ് നിങ്ങൾ നാളെ മുതൽ പറയുക? ഒരു തരത്തിലും രാഷ്ട്രീയമായ നാണക്കേട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇതിലില്ല. രാഷ്ട്രീയമായ പ്രയാസങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിക്കാണ്. കാരണം ഇപ്പോൾ കോൺഗ്രസും മുസ്ലിം ലീഗും അടങ്ങുന്ന ഒരു മുന്നണിയായി അത് മാറി. കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതൃത്വത്തിലെ ചിലർ മാത്രം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തുന്നതിനെതിരെയുള്ള വികാരം ആ പാർട്ടികളിലും ശക്തമാണ്. അതായത് കോൺഗ്രസിലും മുസ്ലിം ലീഗിലും. ഇവിടെ ഞങ്ങളന്ന് ഉയർത്തിയിട്ടുള്ള വിഷയം അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള അഴിമതിയാണ്. അഴിമതിയുമായി ബന്ധപ്പെട്ട പല അന്വേഷണങ്ങളും നടക്കുന്നുണ്ട്. അത് അതിൻ്റെ വഴിക്ക് പോകുന്നു. എന്നാൽ രാഷ്ട്രീയത്തിൽ നിലവിലുള്ള സാഹചര്യങ്ങളിലെ മാറ്റങ്ങൾ അത് പ്രധാനമാണ്. ഓരോ കാലഘട്ടത്തിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളാണ്, സാഹചര്യങ്ങളാണ് നിലപാടുകൾ സൃഷ്ടിക്കുന്നത്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വളരെ ഗൗരവമേറിയ പ്രശ്നം നമുക്കറിയാം. അത് മതവർഗീയതയാണ്. ഇന്ത്യയിലെ സർക്കാർ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഏകാധിപത്യ രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നു, ജനവിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കുന്നു, കാർഷിക മേഖലയുൾപ്പെടെ കടുത്ത പ്രതിസന്ധിയിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ മതവർഗീയത ആളിക്കത്തിക്കുന്നു. RSS എന്ന അപകടകരമായ രാഷ്ട്രപിതാവിൻ്റെ ഘാതകരുടെ സംഘടനയ്ക്ക് നിയന്ത്രണമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്
ഒറ്റക്ക് ഭൂരിപക്ഷം തുടർച്ചയായി 2ാം തവണ കിട്ടുന്നു. അതിൻ്റെ ഒരു വല്ലാത്ത രൂപത്തിലെത്തിയപ്പോഴാണ് കോവിഡ് വന്നത്. പൗരത്വ നിയമവും മറ്റു പ്രശ്നങ്ങളൊക്കെ നടക്കും. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അത് വേണ്ടത്ര എഫക്റ്റ് ചെയ്യുന്നതായി നേരിട്ട് ബോധ്യപ്പെടാത്ത പ്രശ്നമുണ്ട്. താൽക്കാലികമാണ്, അത് പല രീതിയിലും വരുന്നു. ഇപ്പോൾ ദില്ലി കലാപത്തിൽ ആളുകളെ പ്രതി ചേർക്കുന്നു, പേര് നോക്കി പ്രതി ചേർക്കുന്നു. ബാബരി മസ്ജിദ് വിഷയവും അതുമായി ബന്ധപ്പെട്ട കോടതി വിധിയും അതുമായി ബന്ധപ്പെട്ട ഡെവലപ്മെൻറ്റ്സും, ശിലാന്യാസ ചടങ്ങിൽ മുഖ്യ കാർമ്മിയായി പ്രധാനമന്ത്രി പങ്കെടുക്കുന്നു. ഇങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ. അപ്പോൾ മതനിരപേക്ഷത ചേരി ഒന്നിക്കണം, മതനിരപേക്ഷ മനസ്സുകളെ ആകെ കോർത്തിണക്കണം എന്നുള്ള വികാരം രാജ്യത്തുണ്ട്. കേരളത്തിലാണെങ്കിൽ സ്വാഭാവികമായും ആ വികാരമുണ്ട്. ആ വികാരം ഉപയോഗപ്പെടുത്തിയാണല്ലോ കഴിഞ്ഞ തവണ 19 സീറ്റിൽ UDF വന്നത്, ബി ജെ പി എന്ന് പേടിപ്പിച്ചിട്ട്. പക്ഷേ മതനിരപേക്ഷത മുൻനിർത്തി മുന്നോട്ട് പോകുന്ന കാര്യത്തിൽ BJPയെ ശക്തമായി എതിർക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് പരാജയമാണ്, UDF പരാജയമാണ്. ഇന്ന് നോക്ക് നിങ്ങൾ, ജോസ് കെ മാണിക്കെതിരെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് അദ്ദേഹം യൂദാസ് ആണ് എന്നാണ്. ജോസ് കെ മാണി ഒരു യൂദാസ് ആണ് എന്നാണ്. യഥാർത്ഥത്തിൽ ഒരുപാട് പേർ കോൺഗ്രസ് വിട്ടുപോയി, BJP ആയിട്ടുണ്ട്. അബ്ദുള്ളക്കുട്ടി കോൺഗ്രസ് വിട്ട് BJP ആയപ്പോൾ അബ്ദുള്ളക്കുട്ടിയെ യൂദാസ് എന്ന് കോൺഗ്രസ് വിളിച്ചിട്ടില്ല. ടോം വടക്കൻ കോൺഗ്രസ് വിട്ട് BJP ആയപ്പോൾ യൂദാസ് എന്ന് ടോം വടക്കനെ വിളിച്ചിട്ടില്ല. പുഷ്പ് മുതൽ ജ്യോതിരാദിത്യ സിന്ധ് വരെയുള്ള നിരവധി നേതാക്കന്മാർ മാറിയപ്പോൾ BJP ആയപ്പോൾ അവരെ യൂദാസ് എന്ന് വിളിച്ചിട്ടില്ല. ജോസ് കെ മാണി പോയത് BJPയിലേക്കല്ല, ജോസ് കെ മാണി പോയത് ഇടതുപക്ഷ പ്രസ്ഥാനത്തോടൊപ്പമാണ്. അപ്പോൾ യൂദാസ് എന്ന് വിളിക്കുന്നു. ഇതൊക്കെ തന്നെയാണ് കോൺഗ്രസ്. മതഭ്രാന്തന്മാരെക്കാൾ അവർ ഭയപ്പെടുന്നത് മതനിരപേക്ഷ ഇടതുപക്ഷത്തെ ആണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവുകൾ. അപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാട് ഒരു തരത്തിലും BJPക്കെതിരെയുള്ള പോരാട്ടത്തിൽ കോൺഗ്രസിനോടൊപ്പം നിന്നുകൊണ്ട് സാധ്യമാകില്ല എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നു. അത് ജോസ് കെ മാണിയുടെ പ്രസ്ഥാനത്തിന്റെ നിലപാട് കൈക്കൊള്ളുന്ന കാര്യത്തിൽ പ്രധാന പ്രശ്നമായി. രണ്ടാമത്തെ പ്രശ്നം, കാർഷിക മേഖലയെ വലിയ രീതിയിൽ പ്രദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയാണല്ലോ കേരള കോൺഗ്രസ്. ഇന്നത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കാർഷിക പ്രതിസന്ധിക്ക് കാരണമാകുന്ന ഒട്ടേറെ നയങ്ങൾ തുടങ്ങി വെച്ചത് കോൺഗ്രസ് ആണ്. ആ നയങ്ങൾ കോൺഗ്രസിനേക്കാൾ വേഗത്തിൽ നരേന്ദ്രമോദി നടപ്പിലാക്കുമ്പോൾ പണ്ട് ഇത് തുടങ്ങി വെച്ചവർ BJPയെ പിന്തുണക്കുന്നു. കാർഷിക മേഖലയിലെ പ്രതിസന്ധിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഒരു തരത്തിലും കോൺഗ്രസ് നയിക്കുന്ന ഒരു മുന്നണിയുമായി ചേർന്നതുകൊണ്ട് നടത്താൻ വേണ്ടി പറ്റില്ല എന്ന് സ്വാഭാവികമായും എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. കോൺഗ്രസ് ആണ് ഈ നയങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നത്. ശരിയായ അർത്ഥത്തിൽ രാഷ്ട്രീയമായിട്ട് ഇത്തരം കാരണങ്ങളുണ്ട് എന്ന് ശ്രീ മുഹമ്മദ് റിയാസ് വിശദീകരിക്കുന്നു. ശ്രീ പ്രമോദ് നാരായണൻ, പക്ഷേ നിങ്ങൾക്ക് എന്താണ് യഥാർത്ഥത്തിൽ പറയാനുണ്ടാവുക? അതായത് ഈ പാർട്ടിയുടെ, താങ്കളുടെ പാർട്ടിയുടെ ഈ ഇന്നത്തെ വാർത്താ സമ്മേളനം നടക്കുന്ന ഹാളിന് തൊട്ടുമുകളിൽ ഈ പറയുന്ന ദൃശ്യങ്ങൾക്കകത്ത് തന്നെ നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവ് KM മാണിയുടെ ചിത്രമുണ്ട്. അദ്ദേഹമാണല്ലോ ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ ബിംബം. അദ്ദേഹത്തെ ഈ നാട്ടിലെ ഏറ്റവും വലിയ കുഴപ്പക്കാരൻ, ഏറ്റവും വലിയ അഴിമതിക്കാരൻ, ഇതുപോലെ രാജ്യത്തിന് അഴിമതിക്കാരനില്ല എന്ന് പറഞ്ഞ് ഈ നാട് കണ്ട ഏറ്റവും വലിയ സമരം നടത്തിയ ആളുകളാണ് ഇടതുപക്ഷത്തെ ആളുകൾ. അവർക്കൊപ്പം പോയി ചേരുകയാണ്. വല്ലാത്ത തോതിൽ ഒരു ബുദ്ധിമുട്ട് തോന്നേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് ആ ബുദ്ധിമുട്ട് ഉണ്ടാകാതെ പോകുന്നത്? സനീഷ്, താങ്കളുടെ ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഈ തീരുമാനം കേരള കോൺഗ്രസ് എടുത്തതിൻ്റെ ഒരു പശ്ചാത്തലം വിശദീകരിക്കേണ്ടതുണ്ട്. ജൂൺ 29-ാം തീയതിയാണ് കേരള കോൺഗ്രസിനെ UDFിൽ നിന്നും പുറത്താക്കുന്നത്. കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം കഴിഞ്ഞ 39 വർഷമായി താങ്കൾ സൂചിപ്പിച്ചതുപോലെ UDFിന്റെ മുഖമായി, പ്രധാന രാഷ്ട്രീയ മുഖമായി ഐക്യജനാധിപത്യ മുന്നണിയെ കെട്ടിപ്പടുക്കാൻ പ്രയത്നിച്ച KM മാണി എന്ന രാഷ്ട്രീയ നേതാവ്, ആ രാഷ്ട്രീയ നേതാവ് ഉയർച്ചയിലും താഴ്ചയിലും വിജയങ്ങളിലും പരാജയങ്ങളിലുമെല്ലാം UDFിന്റെ ഒപ്പം നിന്ന ഒരു പാർട്ടിയെ ഐക്യജനാധിപത്യ മുന്നണിയിൽ തുടരാൻ അർഹതയില്ല കേരള കോൺഗ്രസ് എമ്മിന് എന്ന് പറഞ്ഞുകൊണ്ടാണ് UDFിന്റെ കൺവീനർ പടിയടച്ചു പുറത്താക്കിയത്. ഞങ്ങളന്ന് പറഞ്ഞു, പുറത്താക്കിയത് KM മാണിയാണ്, പുറത്താക്കിയത് ഒരു ചരിത്രത്തെയാണ്. KM മാണിയോട് കാണിച്ച കടുത്ത അനീതിയാണ് UDF കാണിച്ചത്. അതിനുശേഷം ഞങ്ങളുടെ സ്വതന്ത്ര രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചു. ആ സ്വതന്ത്ര രാഷ്ട്രീയ നിലപാടിന്റെ ശേഷമാണ് ഞങ്ങൾ പാർട്ടിയുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി ചേർന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. ഇടതുമുന്നണിയുമായി ചേർന്ന് പ്രവർത്തിക്കാനുള്ള ഞങ്ങളുടെ തീരുമാനം ഒരു രാഷ്ട്രീയ നിലപാടാണ്. പക്ഷെ ആ രാഷ്ട്രീയ നിലപാട് വിശദീകരിക്കുന്നതിന് മുമ്പ് താങ്കൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. മാണി സാറിനെ ഏറ്റവും കൂടുതൽ എതിർത്തത് ഇടതുമുന്നണിയല്ലേ? എന്തായിരുന്നു യഥാർത്ഥ പ്രശ്നം? താങ്കൾ ചോദിച്ച ചോദ്യത്തിന്റെ യഥാർത്ഥ ഉത്തരം 2016 UDF വിട്ടുകൊണ്ട് ചരക്കുന്ന് ക്യാമ്പിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ
പാർട്ടി ചെയർമാനായിരുന്ന സാക്ഷാൽ മാണി സാർ പറഞ്ഞിട്ടുണ്ട്. എന്താ അദ്ദേഹം പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് എക്കാലവും UDF-ൽ അതിന്റെ ഭാഗമായി നിന്ന കേരള കോൺഗ്രസ് എമ്മിനെ കോൺഗ്രസിലെ ചില കേന്ദ്രങ്ങൾ ആസൂത്രിതമായ ഗൂഢാലോചനയോടുകൂടി കേരള കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. കോൺഗ്രസിലെ ചില നേതാക്കന്മാർക്ക് നമ്പർ 1 എനിമി കേരള കോൺഗ്രസ് ആണ് എന്ന് മാണി സാർ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ LDF നടത്തിയ സമരങ്ങൾ, ആ സമരങ്ങൾ രാഷ്ട്രീയ സമരങ്ങളാണ്. പക്ഷെ രാഷ്ട്രീയ സമരങ്ങളുടെ സൃഷ്ടാവാരായിരുന്നു എന്നതാണ് പ്രസക്തമായ ചോദ്യം. അതിന്റെ സൃഷ്ടാവ് കോൺഗ്രസ് ആയിരുന്നു, കോൺഗ്രസിലെ ചില കേന്ദ്രങ്ങളായിരുന്നു. അപ്പോൾ യഥാർത്ഥ പ്രശ്നം അവിടെയാണ്. അതിനുശേഷം ഞങ്ങൾ മാണി സാറിന്റെ മരണത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ എന്താ? സംഭവ വികാസങ്ങൾ മാണി സാറിന്റെ അന്ത്യം കേരള കോൺഗ്രസിന്റെയും രാഷ്ട്രീയ അന്ത്യമാകണമെന്ന് ആഗ്രഹിച്ചു ചില ശക്തികൾ, കോൺഗ്രസിലെ ചില കേന്ദ്രങ്ങൾ. അതിനുവേണ്ടി PJ ജോസഫിനെ ഉപയോഗിച്ചു, ഈ പാർട്ടിയെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും കേരള കോൺഗ്രസിനെ രാഷ്ട്രീയമായി ഉന്മൂലനം ചെയ്യാൻ കോൺഗ്രസിലെ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നതാണ് രാഷ്ട്രീയ കേരളം കണ്ടത്. ഇവിടെ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. കേരള കോൺഗ്രസിന്റെ പ്രഖ്യാപിതമായ 3 മുദ്രാവാക്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മതേതരത്വമാണ്. നമ്മുടെ രാജ്യത്താകെ വർഗീയ ശക്തികൾ ഇങ്ങനെ ആളിപ്പടരുമ്പോൾ അവരുടെ സ്വാധീനം ഈ കേരളത്തിന്റെ അതിർത്തിക്ക് അപ്പുറത്ത് വരെ വന്നു നിൽക്കുമ്പോൾ നമ്മുടെ കേരളത്തിൽ അതിനെതിരായി ഉറച്ച നിലപാട് സ്വീകരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഞങ്ങൾ വിലയിരുത്തുന്നു. കേരള കോൺഗ്രസ് പ്രതിനിധാനം ചെയ്യുന്നത് കർഷകരുടെ പ്രശ്നങ്ങളാണ്, എക്കാലവും കർഷകരുടെ പ്രശ്നങ്ങളാണ്. ശരി, അക്കാര്യങ്ങൾ വിശദീകരിച്ചതാണ്. ഞാൻ തിരിച്ചു വരാം ശ്രീ പ്രമോദ് താങ്കളിലേക്ക്. അത്തരത്തിലുള്ള അത്തരം കാര്യങ്ങൾ വിശദീകരിച്ച് നിങ്ങളുടെ വാർത്താ സമ്മേളനത്തിൽ നിങ്ങളുടെ നേതാക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്തരം പ്രാഥമികമായുള്ള രാഷ്ട്രീയ കാര്യങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്താണ് കാരണമെന്നത് സംബന്ധിച്ച് ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ എ ഷുക്കൂർ, ഇവിടെ 2 കൂട്ടർക്കും കാരണങ്ങളുണ്ട്. അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയായ, പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിന് കുറച്ചൊരു ക്ഷീണമുള്ള ഇടങ്ങളിൽ നിന്ന് നിറയെ വോട്ടുകൾ സമാഹരിക്കാൻ ശേഷിയുള്ള ഒരു പ്രധാനപ്പെട്ട പാർട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നത് രാഷ്ട്രീയമായിട്ട് അവരുടെ കരുത്ത് കൂട്ടുന്ന സംഗതിയാണ്. ഇവർക്കാണെങ്കിൽ നിങ്ങൾ വല്ലാത്ത തോതിൽ ഉപദ്രവിച്ച് ഇല്ലാതാക്കി കളയാൻ ശ്രമിച്ച ഒരു പാർട്ടിക്ക് ചെന്നണയാൻ അതിശക്തമായിട്ടുള്ള മറ്റൊരു മുന്നണി അപ്പുറത്തുണ്ട്. അവർക്ക് നിലനിൽക്കേണ്ടതാണ്. ഇതൊക്കെ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമായിട്ട് നടക്കുന്നതല്ലേ? നിങ്ങളിങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടുന്നത്, വല്ലാത്ത തോതിൽ വിമർശിക്കുന്നത്, നിങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ടാകും തെരഞ്ഞെടുപ്പിൽ എന്ന് മുൻകൂട്ടി കണ്ടല്ലേ ശ്രീ എ ഷുക്കൂർ? സനീഷ, അങ്ങനെയാണോ? രാഷ്ട്രീയമായ സത്യസന്ധതയോടും രാഷ്ട്രീയമായി അവർ ഉയർത്തിപ്പിടിക്കുന്ന പ്രത്യശാസ്ത്രത്തോടുമെല്ലാം ആത്മാർത്ഥമായി കൂറ് പ്രഖ്യാപിച്ച് നിൽക്കുന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് ഇവിടെ 2 പേരും, അതായത് ശ്രീ മുഹമ്മദ് റിയാസും ശ്രീ പ്രമോദും 2 പേരും നമ്മുടെ സുഹൃത്തുക്കളാണ്. അവർ 2 പേരും പറഞ്ഞത് യാഥാർത്ഥ്യങ്ങളാണോ? നമ്മളൊന്ന് പരിശോധിക്കേണ്ടതല്ലേ? എന്തായിരുന്നു കഴിഞ്ഞ ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള മാണി സാർ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന ഘട്ടത്തിലെ 5 വർഷക്കാലത്തെ ഭരണ നിർവഹണത്തിൽ ആ മാണി സാറിനെതിരെയും ആ ഗവൺമെന്റിനെതിരെയും ഉന്നയിച്ച ആക്ഷേപങ്ങൾ എത്രമാത്രം ഹീനമായ ആക്ഷേപങ്ങളായിരുന്നു ഇവരുന്നയിച്ചത്? ഇവർ അന്ന് പറഞ്ഞതിൽ അത്തരം കാര്യങ്ങള് ഇപ്പൊ എന്തുകൊണ്ട് തമസ്കരിക്കുന്നു 2 കൂട്ടരും? ഇപ്പോൾ 2 കൂട്ടരും, ശ്രീ പ്രമോദ് ആണെങ്കിൽ പോലും മാണി സാർ കോൺഗ്രസിനെതിരെ പറഞ്ഞുവെന്നാണ്. മാണി സാറിനെ ഇത്രയധികം സംരക്ഷിച്ച ഒരു പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് UDF അല്ലാതെ മറ്റാരുണ്ട്? മാണി സാറിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ 1979 ഒരു 23 മാസക്കാലം ഇടതുമുന്നണിയിൽ പോയിട്ടുള്ളതല്ലാതെ ഇടതുമുന്നണിയുമായിട്ട് മാണി സാർ ജീവിച്ചിരുന്ന ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും സന്ദർഭത്തിൽ അത്തരമൊരു നിലപാടെടുത്തോ? അന്ന് ആ നിലപാടിന് കാരണമുണ്ടായിരുന്നു. ഒരു ബദൽ സംവിധാനം, അത് അന്ന് കോൺഗ്രസിനകത്തെ ഒരു ഭാഗം തന്നെ അതിന്റെ ഭാഗമായിരുന്നു. അവർ കോൺഗ്രസ് UDF LDF വിട്ട് പോരാ തീരുമാനിക്കുമ്പോൾ എടുത്ത ഒരു നിലപാടുണ്ടായിരുന്നു. ആ നിലപാടിന്റെ ഭാഗമായി മാണി സാറും എടുത്തു. ആ കാലഘട്ടത്തിൽ ശ്രീ മാണി സാറ് പിന്നെ ഒന്ന് LDF-ലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയോ? ഏതെങ്കിലും തരത്തിൽ മാണി സാറിന്റെ ചില അഭിപ്രായങ്ങളും അല്ലെങ്കിൽ ആദർശപരമായ ചില തീരുമാനങ്ങളും അല്ലെങ്കിൽ കേരള കോൺഗ്രസിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള താല്പര്യങ്ങളും ഉണ്ടാകും. അതെല്ലാം എല്ലാ കാലത്തും അംഗീകരിച്ചിരുന്ന ഏക രാഷ്ട്രീയ മുന്നണി UDF മാത്രമായിരുന്നു. LDF ഒരിക്കലും ആയിരുന്നില്ല. LDF എന്തായിരുന്നു മാണി സാറിനോട് ചെയ്ത? മാണി സാർ ബഡ്ജറ്റ് വിറ്റ് പണം സമ്പാദിക്കുന്നവൻ. ആ പണം എന്നാൽ നോട്ട് എന്നാൽ യന്ത്രമുണ്ടാക്കിയത്,
ആ കുടുംബത്തെ പോലും വെറുതെ വിട്ടില്ല. മാണി സാറിന്റെ ഭാര്യ കുട്ടിയമ്മയെ, മാണി സാറിന്റെ മകൻ ഇപ്പോൾ ഈ LDF ചേരാൻ വേണ്ടി സന്നദ്ധത അറിയിച്ചു നിൽക്കുന്ന ജോസ് കെ മാണി, ഇവരാരെങ്കിലും അവരുടെ സഹോദരിമാർ ആരെങ്കിലും ഈ LDF വിട്ടിട്ടുണ്ടോ? എന്തെല്ലാം ആരോപണങ്ങളാണ്. ലോകത്തെ ഏറ്റവും വലിയ കൊള്ളക്കാരനും കള്ളനും കൈക്കൂലിക്കാരനുമായി പറഞ്ഞ മാണി സാറിന്റെ അവസാന കാലഘട്ടം ഒന്ന് ഓർത്ത് ആ അത്തരമൊരു മാനസികമായ വ്യതയിൽ അല്ലെങ്കിൽ ശാരീരികമായ അസ്വസ്ഥതയിൽ മരണത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടമുണ്ടാകുന്നത് എന്തിനെ തുടർന്നാണ്? ശരി, ഞാൻ തിരിച്ചു വരാം ശ്രീ ഷുക്കൂർ താങ്കളിലേക്ക്. ശ്രീ മുഹമ്മദ് റിയാസ്, ഇവിടെ വ്യക്തിപരമായിട്ട് KM മാണി എന്ന നേതാവിന് ബുദ്ധിമുട്ടുണ്ടാക്കിയോ എന്ന ചോദ്യം അവിടെ ഉണ്ടാകും. അതൊക്കെ ഈ പറയുന്ന വ്യക്തിപരമായ കാര്യങ്ങളാണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പ്രശ്നമില്ലെങ്കിൽ പിന്നെ നാട്ടുകാർക്ക് ഉണ്ടാകേണ്ടുന്ന കാര്യമൊന്നുമില്ല ഒരർത്ഥത്തിൽ. പക്ഷേ ശ്രീ മുഹമ്മദ് റിയാസ്, ഇവിടെ ഈ പാർട്ടി അപ്പാടെ തന്നെയും നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന അഴിമതി നടത്തുന്ന ആളുകളാണ് എന്ന് പറഞ്ഞല്ലേ സമരം ചെയ്തതെന്ന്. പിന്നീട് ഇപ്പോൾ പതുക്കെ വന്ന് LDFന്റെ കൺവീനർ തന്നെയും അതൊക്കെ ഞങ്ങൾക്കറിയാമായിരുന്നു, അദ്ദേഹം നല്ലവനാണ്, പക്ഷേ ഞങ്ങൾ ആ കാലത്ത് സമരത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങ് പറഞ്ഞതാണ് എന്നൊരു ഇടതുപക്ഷ പാർട്ടി CPM തന്നെയും പറയുക. സ്വാഭാവികമായിട്ടും ഇതൊക്കെ വലിയ തട്ടിപ്പാണ്. നാളെ ഏത് പാർട്ടിയോടും ചേരാം, ഇന്നിപ്പോൾ എതിർക്കുന്ന BJPയോട് പോലും ചേരാം എന്നതിനുള്ള ഉദാഹരണമായിട്ട് കണ്ടുകളയില്ലേ നാട്ടുകാരിത്? ഇങ്ങനെ എന്തെങ്കിലും ധാർമ്മികമായിട്ടൊരു അടിത്തറയില്ലാതെ ആരെയും കൂടെ കൊണ്ടുവരാം എന്ന കാര്യങ്ങൾ വലിയ രാഷ്ട്രീയ അധപതനത്തിന്, ധാർമ്മിക അധപതനത്തിന് കാരണമാവുകയില്ലേ ഷിറിയാസ്? ആ ധാർമ്മിക അധപതനമൊക്കെ ബാധിക്കുന്നത് ഞങ്ങളെയല്ല, ഞങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമല്ല, അത് ബാധിക്കുക UDFനെയാണ്. ശ്രീ KM മാണിക്ക് വേണ്ടി വല്ലാതെ ശ്രീ ഷുക്കൂർ ഉൾപ്പെടെ ഇവിടെ പറയുന്നുണ്ട്. പൊതുവെ പ്രതിപക്ഷ നേതാവും പറഞ്ഞു. ശ്രീ KM മാണി നടത്തിയ ഒരു പത്രസമ്മേളനത്തിൻ്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒന്നുകൂടി അത് കണ്ടു. KM മാണി കോൺഗ്രസിനെതിരെ പറയുന്ന കാര്യങ്ങൾ ഈ സമീപകാലത്ത് അദ്ദേഹം വിട പറയുന്നതിന് മുമ്പ്, അദ്ദേഹം മുന്നണി വിടുന്നതുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനവും അതിന് മുമ്പും കോൺഗ്രസിനോട് ഹൂ ഈസ് യുവർ എനിമി എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് പറയും അവർ ഫസ്റ്റ് എനിമി ഈസ് കേരള കോൺഗ്രസ്. ഇത് പറഞ്ഞത് KM മാണിയാണ്. പിന്നെ അതിനുശേഷം തുടർന്ന് അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളുമുണ്ട്. ഒന്ന്, കോൺഗ്രസ് എടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ. രണ്ട്, മുന്നണി മര്യാദ പാലിക്കാത്തത്, അതായത് ജനാധിപത്യ പ്രശ്നങ്ങൾ. ജനാധിപത്യ പ്രശ്നത്തിൽ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്തെന്നുള്ളതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണല്ലോ പാർട്ടിയിൽ ജനാധിപത്യം വേണമെന്ന് പറഞ്ഞ ഗുലാം നബി ആസാദിനെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. കോൺഗ്രസ്സിലൊരു സമ്മേളനം നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഓർക്കാൻ പറ്റുമോ അതിൻ്റെ അവസ്ഥ എന്താണെന്ന്? ഒരു സമ്മേളനം നടത്തിയാൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാവും. അപ്പോൾ സ്വന്തം പാർട്ടിയിൽ ജനാധിപത്യമില്ലാത്ത കോൺഗ്രസ്സിന് ഒരു മുന്നണിയിൽ KM മാണിയെ പോലെയുള്ള ഒരുപാട് 4 പതിറ്റാണ്ടോളം ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പം നിന്ന ഒരു പാർട്ടിയെ നയിച്ച ഒരു വ്യക്തി പറഞ്ഞ വാക്കുകളാണ്. അപ്പോൾ KM മാണിയെക്കുറിച്ച് ഇപ്പോൾ ഭൂമിയിലില്ലാത്തത് കൊണ്ട് വല്ലാതെ പ്രകീർത്തിച്ചിട്ട് ഇപ്പോഴത്തെ കേരള കോൺഗ്രസ്സിനെ KM മാണിക്കെതിരാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചാൽ അത് KM മാണിയുടെ വാക്കുകൾ തന്നെ വെച്ച് പ്രതിരോധിക്കാൻ സ്വാഭാവികമായും സാധിക്കും. സമൂഹം അത് കാണുന്നുണ്ട്. രണ്ടാമത്തെ പ്രശ്നം എന്താ? രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ച് ശ്രീ ഷുക്കൂർ പറഞ്ഞു. ഓരോ രാഷ്ട്രീയ കാലഘട്ടവും സാഹചര്യങ്ങളും സൃഷ്ടിക്കുന്നതാണ് നിലപാടുകൾ. വിമോചന സമരം നയിച്ച പ്രധാനപ്പെട്ട വിദ്യാർത്ഥി മുന്നണി നേതാക്കന്മാരായിരുന്നല്ലോ, KSU നേതാക്കന്മാരായിരുന്നല്ലോ ശ്രീ AK ആൻ്റണി, വയലാർ രവി, ഉമ്മൻചാണ്ടി 1959. 1959 കഴിഞ്ഞ് 31 കൊല്ലം കഴിഞ്ഞ് 21 കൊല്ലം കഴിഞ്ഞ് 1980 സർക്കാരിൽ CPIMനോടൊപ്പം അന്ന് ശ്രീ AK ആൻ്റണി, വയലാർ രവി, ഉമ്മൻചാണ്ടിയും ഉണ്ടായിരുന്നു, ഒരുമിച്ചായിരുന്നു. 1959 രാഷ്ട്രീയ സാഹചര്യമായിരുന്നില്ല 1980. 1991 നരസിംഹറാവു എന്ന മനുഷ്യൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നല്ലോ. ബാബരി മസ്ജിദ് തകർക്കുമ്പോൾ അന്ന് എല്ലാ സൗകര്യം ചെയ്തു കൊടുത്ത നരസിംഹറാവുവിനെ കോൺഗ്രസ് യൂദാസ് എന്ന് ഇന്ന് വരെ വിളിച്ചിട്ടില്ല. ജോസ് കെ മാണിയെ വിളിച്ചിട്ടുണ്ട്. പാർട്ടിക്കകത്ത് പോലും നരസിംഹറാവുവിനെ യൂദാസ് എന്ന് വിളിച്ചിട്ടില്ല. നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ്റിൻ്റെ മറ്റൊരു പ്രത്യേകത, നവ ഉദാരവൽക്കരണ നയം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്ന നരസിംഹറാവു സർക്കാരായിരുന്നു. ശക്തമായി ഇടതുപക്ഷം അതിനെ എതിർത്തിരുന്നു. എന്നാൽ 1991 നിന്നും 2004 എത്തിയപ്പോൾ 13 കൊല്ലം കഴിഞ്ഞപ്പോൾ നരസിംഹറാവു സർക്കാരിൻ്റെ കാലത്തെ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇടതുപക്ഷം പൊതുമിനിമം പരിപാടിയെ പിന്തുണച്ചു. എന്താ കാരണം നമുക്കറിയാം. 13 കൊല്ലം കൊണ്ട് ഇന്ത്യയിൽ വന്ന മാറ്റം, കോൺഗ്രസ് തുറന്നുവിട്ട ഭൂതം, അത് ഇന്ത്യ പിടിക്കാൻ വേണ്ടി ഇറങ്ങി. എന്ത് വില കൊടുത്തും BJPയുടെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ ഈ രാജ്യത്ത് തുടർന്ന് വരരുത് എന്ന ആഗ്രഹത്തിൻ്റെ ഭാഗമായി
1991 നരസിംഹറാവു സർക്കാരിന്റെ കാലത്ത് ധനകാര്യ വകുപ്പ് മന്ത്രിയായി സാമ്പത്തിക നയം ഈ രാജ്യത്ത് കൊണ്ടുവന്ന് ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കിയ ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരെ പക്ഷേ ഇവിടെ ശ്രീ മുഹമ്മദ് റിയാസ് ഇവിടെ അത്തരത്തിലുള്ള സാഹചര്യം ഇല്ലല്ലോ, ഉണ്ടോ? അതായത് നിങ്ങൾ പറയുന്നു BJP വലിയ എതിരാളിയായിട്ട് വളരുന്നു, അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിനൊപ്പം ചേരാം എന്ന രാഷ്ട്രീയ നിലപാടാണല്ലോ സ്വീകരിച്ചത്. കേരളത്തിൽ എന്ത് പ്രശ്നമാണുള്ളത്? കേരളത്തിൽ UDF അപ്പുറത്ത് നിങ്ങൾക്ക് ശക്തരായിട്ടുള്ള ആളുകളായിട്ട് നിൽക്കുന്നു. ഇവിടെ ആ നിലക്കുള്ളൊരു വലിയ മുന്നേറ്റം BJP നടത്തിക്കളയും എന്ന ഭയം കൊണ്ടുകൂടെയാണോ നിങ്ങളിപ്പോൾ ദേശീയ തലത്തിൽ ഇപ്പോൾ വിശദീകരിച്ചതുപോലെ ഈ ജോസ് കെ മാണിയുടെ പാർട്ടിയെ, മാണി ഗ്രൂപ്പ് പാർട്ടിയെ കൂടെ ചേർത്തിരിക്കുന്നത്? അങ്ങനെ ഒരു ഭയപ്പാടുണ്ടോ നിങ്ങൾക്ക്? UDF മാത്രമാണ് എതിരാളികളെങ്കിൽ ഈ പറയുന്ന അധാർമികമായിട്ടുള്ള അഴിമതി പാർട്ടി എന്ന് നിങ്ങൾ തന്നെ നിരവധി തവണ വിശേഷിപ്പിച്ചിട്ടുള്ള ഈ ആൾക്കൊപ്പം കൂടേണ്ടതുണ്ടോ? കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമല്ലല്ലോ. കേരളം ഇന്ത്യയുടെ ഭാഗമാണല്ലോ, അല്ലാതെ ഉഗാണ്ട അല്ലെങ്കിൽ ആഫ്രിക്ക അല്ലെങ്കിൽ അന്റാർട്ടിക്കയുടെ ഭാഗമല്ല കേരളം. ഇന്ത്യയിലെ ഡെവലപ്മെൻറ്റ് നമുക്കറിയാം. അതിനോട് കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഡെവലപ്മെൻറ്റിൽ ഇന്ത്യ ഭരിക്കുന്ന BJPയെ നിയന്ത്രിക്കുന്ന RSS നേരിട്ട് കേരള രാഷ്ട്രീയത്തിൽ ഇടപെടുകയാണ്. ഐക്യജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന മുന്നണിയെ പോലും നിയന്ത്രിക്കുന്നത് ഇന്ന് RSS ആണ്. യഥാർത്ഥത്തിൽ ആ മുന്നണിക്ക് ഇടക്കാലത്ത് കൺവീനർ ഉണ്ടായിട്ടില്ല. ബെന്നി ബെഹനാൻ പെട്ടെന്ന് മാറി, MMSM വരുന്നതിനിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പ് യഥാർത്ഥത്തിൽ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം RSS കാര്യാലയത്തിൽ നിന്നാണ് UDFന്റെ രാഷ്ട്രീയം, UDF എങ്ങനെ ഇടപെടണം, UDF നേതാക്കന്മാർ എന്ത് ആഹ്വാനം ചെയ്യണം, അവരെങ്ങനെ ചലിക്കണമെന്ന് തീരുമാനിക്കുക. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കാൻ ഒരു അട്ടിമറി മുന്നണി കേരളത്തിൽ ഉണ്ടാക്കി. യഥാർത്ഥത്തിൽ UDF ആയിരുന്നില്ല, അട്ടിമറി മുന്നണിയാണ്, അട്ടിമറി സംഘമാണ്. RSS, കോൺഗ്രസ്, മുസ്ലിം ലീഗ്, SDPI ഉൾപ്പെടെയുള്ള എല്ലാവരും അടങ്ങിയ ഒരു അട്ടിമറി മുന്നണി. RSSനെ സംബന്ധിച്ചിടത്തോളം BJPയുടെ നേതൃത്വത്തിൽ ഒരു സർക്കാർ കേരളത്തിൽ വരിക എളുപ്പമല്ല, അതിൻ്റെ ഒട്ട് ആവശ്യമില്ല. BJP സംസ്ഥാന നേതൃത്വത്തിനും പ്രത്യേകിച്ച് അതിനോട് വലിയ താല്പര്യമില്ല, അവർ പൊരിഞ്ഞ അടിയിലാണ്. അപ്പോൾ പിന്നെ എന്താണ് സൗകര്യം? കോൺഗ്രസ് നയിക്കുന്ന സർക്കാർ മതി കേരളത്തിൽ. കോൺഗ്രസ് നയിക്കുന്ന സർക്കാർ ഉണ്ടെങ്കിൽ RSSനെ നിയന്ത്രിക്കാം. കാരണം അജാതി നേതാക്കന്മാരാണ് കോൺഗ്രസിലെ പലരും. RSS ആഗ്രഹിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്യുന്നവർ. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് ദേശീയ തലത്തിലെ BJPയുടെ ഫ്രാഞ്ചൈസി അഥവാ ഏജന്റ് പണി എടുത്തുകൊണ്ട് പോകുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമുള്ളത് നമുക്കറിയാലോ. ഇവിടെ CBIക്ക് സിന്ദാബാദ് വിളിക്കുന്ന ദേശീയ അന്വേഷണ ഏജൻസികളാണ് എല്ലാം എന്ന് പറയുന്ന അനിൽ അക്കരെമാരുടെ, രമേശ് ചെന്നിത്തലമാരുടെ കോൺഗ്രസ്സായി കോൺഗ്രസ് മാറുന്നു. BJPയുടെ B ടീമല്ല, BJPക്ക് ഒപ്പമുള്ള ടീമായി കോൺഗ്രസ് മാറുന്നു. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മതനിരപേക്ഷത മുറുകെ പിടിക്കുന്നതിന് ഭൂപടത്തിൽ കൊച്ചു സ്ഥാനം മാത്രമേ കേരളത്തിനുള്ളുവെങ്കിലും രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ സ്ഥാനമുള്ള കേരളത്തിൽ നിന്നും ഒരു വലിയ പ്രതീക്ഷയാണ് കേരള കോൺഗ്രസിൻ്റെ ഈ വരവ്. അതൊരു വലിയ പുത്തൻ ഉണർവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 38 കൊല്ലം ഒരു മുന്നണിയിൽ നിന്നൊരു പാർട്ടി മതനിരപേക്ഷത മുറുകെ പിടിക്കാൻ, വർഗീയതക്കെതിരെ പോരാടാൻ കോൺഗ്രസിനാകില്ല എന്ന താങ്കളിലേക്ക് നമുക്ക് ഷുക്കൂറിലേക്ക് പോകാൻ ചെറിയ അവിടെ സാങ്കേതിക പ്രശ്നമുണ്ട്. ഞാൻ അദ്ദേഹത്തിലേക്ക് വരാം. അതിനു മുമ്പ് ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് ശ്രീ പ്രമോദ് നാരായണൻ, ഇവിടെ വലിയ പ്രതീക്ഷകളോടെയാണ് നിങ്ങളെ മുന്നണിയിലേക്ക് ഉൾക്കൊള്ളാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ശ്രീ മുഹമ്മദ് റിയാസിന്റെ ഇത്രയും നേരത്തെ വർത്തമാനത്തിൽ നിന്ന് വ്യക്തമാണ്. നേരത്തെ നേതാക്കളെല്ലാം പറഞ്ഞതാണ് വലിയ പ്രതീക്ഷയുണ്ട്. നിങ്ങളുടെ കാര്യത്തിലല്ല, ഈ പറയുന്ന ദേശീയ രാഷ്ട്രീയത്തിലടക്കം വർഗീയ പ്രശ്നങ്ങളൊക്കെ വലിയ സംഭവമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അതിനെ എതിരിടാനുള്ള കരുത്ത് നിങ്ങൾ മുഖേന അവർക്ക് കിട്ടും, അല്ലെങ്കിൽ ആ കരുത്തിന് കൂടുതലുണ്ടാകും എന്ന പ്രതീക്ഷ ഇടതുപക്ഷത്തിന് ഉണ്ട് എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. ഇവിടെ ശ്രീ പ്രമോദ് നാരായണൻ, ഇവിടെ നിങ്ങൾക്ക് സീറ്റും അധികാരവും നിങ്ങളുടെ സീറ്റുകളുമൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. പാല വിട്ടുതരാനാവുകയില്ല എന്ന നിലപാട് ആ ഭാഗത്ത് നിന്ന് ശ്രീ മാണി സി കാപ്പൻ അദ്ദേഹത്തിനാകും വിധം ആവർത്തിച്ച് പറയുന്നുണ്ട്. നിങ്ങൾക്കാണെങ്കിൽ പാലാ ഹൃദയവികാരമാണ് എന്ന് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ലോകത്ത് എവിടെ ചെന്നാലും പാല എന്ന് വെച്ചാൽ മാണി എന്നാണല്ലോ, KM മാണി എന്നാണല്ലോ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത്. ഇവിടെ നോക്കൂ, പാലാ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകും, ഇത് വളരെ കുറച്ചു കാലം മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ബന്ധം മാത്രമായിരിക്കും എന്നുകൂടെ മനസ്സിലാക്കുന്ന ആളുകളുണ്ടാകും നാട്ടിൽ, എന്നുകൂടെ കരുതുന്ന ആളുകളുണ്ടാകും നാട്ടിൽ. അതങ്ങനെ ആയിരിക്കുമോ? കുറഞ്ഞ കാലത്തേക്കുള്ളൊരു ബന്ധം എന്ന നിലക്കാണോ നിങ്ങൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്കുള്ള വരവിനെ കാണുന്നത്? സനീഷ്, ഞാനിതിനകത്ത് ഈ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് ഷാഫി പറമ്പിൽ സൂചിപ്പിച്ച യൂദാസ് എന്ന പ്രയോഗത്തെക്കുറിച്ച് പ്രിയപ്പെട്ട മുഹമ്മദ് റിയാസ് പരാമർശിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഷാഫി പറമ്പിൽ അദ്ദേഹത്തിന്റെ മുമ്പിലേക്കും പുറകിലേക്കും അരികിലേക്കും നോക്കിയാൽ മതി. യൂദാസുമാരും പുറകിൽ നിന്ന് കുത്തുന്ന ബ്രൂട്ടസ്മാരും നിറഞ്ഞു നിൽക്കുന്ന മുന്നണിയാണ് UDF. ഇത് UDFന്റെ തകർച്ചയാണ്.
കേരള കോൺഗ്രസിനെ പുറത്താക്കിയതിനെ കുറിച്ച് പോലും പരസ്പര വിശ്വാസത്തോടുള്ള പ്രതികരണം നടത്താൻ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് MM ഹസൻ പറഞ്ഞു, മാണി സി കാപ്പൻ നടത്തിയ ചർച്ചയെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു കഥ പറയുന്നു. കുറെ കഴിഞ്ഞപ്പോൾ രമേശ് ചെന്നിത്തല അതിനെ നിഷേധിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് K മുരളീധരൻ എന്ന കോൺഗ്രസ് നേതാവ് എന്ന് പറയുന്നു, തലയെടുപ്പുള്ള പാർട്ടിയെ പുറത്താക്കിയത് ശരിയായില്ല, ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വം ഇത് കൈകാര്യം ചെയ്തത് ശരിയായില്ല എന്ന് K മുരളീധരൻ പറഞ്ഞു വെക്കുന്നു. അപ്പൊ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ പോലും പരസ്പര വിശ്വാസമില്ല. പരസ്പര വിശ്വാസവും ബന്ധവും തകർന്നിരിക്കുന്നു. ഞങ്ങൾ പറഞ്ഞില്ലേ, 38 വർഷം മാണി സാർ ഉയർച്ചയിലും താഴ്ചയിലും പരാജയങ്ങളിലും നിന്നൊരു മുന്നണിയാണ്. എന്തിനാണ് ഞങ്ങളെ പുറത്താക്കിയത്? ഒരു പഞ്ചായത്തിന്റെ പേരിൽ ഇല്ലാത്തൊരു കരാർ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ പദവി 3 മാസത്തേക്കുള്ള ഒരു പദവി. അങ്ങൊരു പ്രഗത്ഭനായ അവതാരകനാണല്ലോ. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എവിടെയെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഒരു മുന്നണിയിൽ നിന്ന് ഒരു ലോക്കൽ ബോഡി പദവിയുടെ പേരിൽ പുറത്താക്കിയിട്ടുണ്ടോ? അപ്പൊ ഇതൊരു കേരള കോൺഗ്രസിനെ രാഷ്ട്രീയമായി ഉന്മൂലനം ചെയ്യുക എന്ന കോൺഗ്രസിലെ ചില കേന്ദ്രങ്ങളുടെ അജണ്ടയാണ്. ഇവിടെ മാണി സാറിനെതിരെ നടന്ന സമരങ്ങളെ കുറിച്ച് പറഞ്ഞു. ആ സമരം വ്യക്തിനിഷ്ഠമല്ല, ആ സമരം രാഷ്ട്രീയ സമരങ്ങളായിരുന്നു. അന്ന് മാണി സാറിനെ അങ്ങനെ വിളിക്കാനും മാണി സാറിനെ കുറിച്ചുള്ള അത്തരം സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനുമായ ആരോപണങ്ങൾ ആരാണ് സൃഷ്ടിച്ചത്? അതാണ് പ്രസക്തമായ ചോദ്യം. ആരാണ് ആരോപണങ്ങൾ കെട്ടിച്ചമച്ചത്? അത് മാണി സാർ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കേരളത്തിലെ പ്രമുഖ ഒരു ചാനലിന് നൽകിയ ഇന്റർവ്യൂവിൽ മാണി സാർ പറഞ്ഞു, എന്നെ തളച്ചിടാൻ കെട്ടിച്ചമച്ചതാണ് ഈ ആരോപണം, ബാർ കേസ് എന്ന് മാണി സാർ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ട മാണി സാറിനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ, അദ്ദേഹത്തെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ച ഒരു മുന്നണി ഇപ്പോ വീണ്ടും അത് വന്നിരിക്കുന്നു, വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. കേരള കോൺഗ്രസിനെ ഭിന്നിപ്പിക്കാനുള്ള ആസൂത്രിതമായ അജണ്ടയുടെ പിന്നിൽ കോൺഗ്രസ് ആണ്. അതാണ് ഞങ്ങൾ പറഞ്ഞത്. ആ അജണ്ട നടപ്പിലാക്കാനുള്ള ഉപകരണമായി PJ ജോസഫ് മാറിത്തീരുകയായിരുന്നു. ശരി, അത് ഭൂതകാലത്തെ കുറിച്ചുള്ളതാണ്, നേരത്തെ പറഞ്ഞതാണത്. പക്ഷേ എന്റെ ചോദ്യം ഭാവിയെ കുറിച്ചുള്ളതായിരുന്നു. നിങ്ങൾ എത്ര കാലം നിൽക്കുമെന്ന ചോദ്യം അന്തരീക്ഷത്തിൽ ഉണ്ടാകുമല്ലോ എന്ന്. ഞാൻ വരാം താങ്കളിലേക്ക്, എനിക്ക് ശ്രീ ഷുക്കൂറിലേക്ക് കൂടെ പോകേണ്ടതുണ്ട്. ശ്രീ VV രാജേഷ് കൂടെ ചേരും. ചെറിയ ഇടവേളയുണ്ട്, അതിനുശേഷം ഞാൻ വളരെ പെട്ടെന്ന് വരാം എല്ലാ അതിഥികളിലേക്കും. ഇടവേളയിലേക്ക്. ശ്രീ A ഷുക്കൂർ, ഇത് ഈ മുന്നണി മാറ്റം, ജോസ് കെ മാണി പാർട്ടിയെയും കൊണ്ട് അപ്പുറത്തേക്ക് പോയത് വലിയ അമ്പരപ്പാണ് നിങ്ങൾക്കുണ്ടാക്കിയിരിക്കുന്നത് എന്ന തോന്നലാണ് സാധാരണഗതിയിൽ പ്രതികരണങ്ങളെല്ലാം കാണുമ്പോൾ ആളുകൾക്ക് ഉണ്ടാവുക എന്ന് തോന്നുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ പറയുന്ന മാണി സി കാപ്പനുമായിട്ട് ചർച്ച നടത്തി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്ന് ഹസൻ പറയുന്നു. രമേശ് ചെന്നിത്തല വന്നിട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് തിരുത്തുന്നു. സ്വാഭാവികമായിട്ടും നിങ്ങൾക്കിത് വലിയ അമ്പരപ്പുണ്ടായിട്ടുണ്ട്, ഉള്ളതുമില്ലാത്തതുമൊക്കെ പറയുന്ന നിലയിലേക്ക് നേതാക്കൾ മാറിയിട്ടുണ്ട് എന്ന് കാണുമ്പോൾ തന്നെ ഇടതുപക്ഷത്തിന് ഇക്കാര്യത്തിൽ വലിയ വിജയം ഉണ്ടായിക്കഴിഞ്ഞു, അവർക്കിത് നേട്ടമാണ് എന്ന ധാരണ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് ഉണ്ടാവുകയില്ലേ? അല്ല, സനീഷ് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാം. അതിനു മുമ്പ് എനിക്ക് സമയം കൂടെ തരണം. ഇവര് രണ്ടുപേര് പറഞ്ഞതിനും മറുപടി പറയണം. പച്ചക്കള്ളവും ഇപ്പോഴത്തെ സന്ദർഭം എന്താണ്, ഇതിന് ഇത്തരം കാര്യങ്ങൾക്ക് ഉണ്ടായ കാരണങ്ങൾ, അല്ലെങ്കിൽ മുന്നണി വിട്ടുപോകാനുണ്ടായ സാഹചര്യം എന്ത് എന്നുള്ളത് മറച്ചു വെച്ചുകൊണ്ട് രണ്ടുപേര് സംസാരിക്കുകയാണ്. അപ്പൊ അതിന് മറുപടി പറഞ്ഞിട്ട് സനീഷ് പറഞ്ഞ നമുക്ക് മാണി സി കാപ്പന്റെ കാര്യത്തിലേക്കും മറ്റും വരാം. അതിനുള്ള സമയം എനിക്കാണ്. ഇവർ രണ്ടുപേരോടും നമുക്ക് മറുപടി പറയണം, അതുകൊണ്ട് സമയം. ഞാനൊന്ന് പറയട്ടെ. ഈ റിയാസ് ഇവിടെ പറഞ്ഞത് BJPയുടെ B ടീമാണ്, BJPയെ പ്രോത്സാഹിപ്പിക്കാനാണ് കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയുടെ പിന്തുണയോടുകൂടി ജയിച്ചു വന്ന് പാർലമെന്റിൽ പ്രവർത്തിക്കുന്ന തമിഴ്നാട്ടിലെ ചില CPM MPമാരുണ്ട്, അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലെ, അവരോട് പോയി റിയാസ് പഠിച്ചിട്ട് വന്നിട്ട് മറുപടി പറ. ആരാണ് യഥാർത്ഥത്തിലുള്ള മതേതരവാദി, ആരാണ് കപട മതേതരവാദികൾ, ആരൊക്കെയാണ് പശ്ചിമ ബംഗാളിലെ സിംഗൂരിലുണ്ടായ അത്തരം സംഭവങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്? ടാറ്റായുടെ ഏജന്റായി പ്രവർത്തിച്ചത് ആരാണ്? 989 ശ്രീ VP സിംഗിന്റെ ഗവൺമെന്റിൽ BJPയെ പ്രോത്സാഹിപ്പിച്ച് കൂടെ നിർത്തി പിന്തുണ പ്രഖ്യാപിച്ചത് ഏത് ഇടതുപക്ഷമാണ്? ഏത് CPM ആണ്? ഏത് CPI ആണ്? അന്ന് മന്ത്രിസഭയിലെ അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? 977 എങ്ങനെയാണ് നമ്മുടെ പിണറായി വിജയൻ നിയമസഭയിൽ എത്തിയത്? അതിനകത്ത് സ്പെസിഫിക് ആയിട്ടൊരു കാര്യം മുഹമ്മദ് റിയാസ് പറയുന്നുണ്ടല്ലോ, അതായത് ഈ പറയുന്ന യൂദാസ് എന്ന് വിളിച്ചു ജോസ് കെ മാണിയെ. അതായത് അബ്ദുള്ള കുട്ടി അപ്പുറത്ത് പോയപ്പോൾ അബ്ദുള്ള കുട്ടിയെ പോലും വിളിക്കാത്ത,
ഖുശ്ബു അപ്പുറത്ത് BJP-യിലേക്ക് പോയപ്പോൾ അവരെ പോലും വിളിക്കാത്ത പേര് ജോസ് കെ മാണിയെ വിളിക്കുന്നതിന് മുന്നിൽ നിങ്ങൾക്ക് BJP-യോടുള്ള എന്തോ ഒരു ചെറിയ സൗമനസ്യഭാവമുണ്ട് എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്? അതും BJP-യുമായിട്ട് എന്ത് ബന്ധം? ഈ റിയാസിനെ പോലുള്ളവർ ഇത്രമാത്രം കാപട്യം, ഇത്രമാത്രം അടവ്, അതൊരു അടവ് നയമാണ് അവരുടെ. അത്തരം അടവ് നയം ഈ കാര്യത്തിൽ വേണ്ട. സത്യസന്ധമായി പറയാമല്ലോ, BJP-യെ അത്തരത്തിലെല്ലാം പ്രോത്സാഹിപ്പിച്ച് നിയമസഭയിൽ വരാൻ പിന്തുണ വാങ്ങി കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ പലപ്പോഴും അവിഹിത ബന്ധങ്ങൾ ഉണ്ടാക്കി. ഇപ്പോഴും SDPI ആയി പുന്നപ്പറയിൽ പ്രമോദിന്റെ ഒരു കാലഘട്ടത്തിലെ നേതാവായ G. സുധാകരന്റെ നാട്ടിൽ SDPI-യെ വിജയിപ്പിച്ച പാർട്ടിയാണ് CPM കോൺഗ്രസിനെ തോൽപ്പിക്കാൻ. അരൂക്കുറ്റയിൽ വെൽഫെയർ പാർട്ടിയുമായി ഇപ്പോഴും ഭരിക്കുന്ന പാർട്ടിയാണ് CPM. മുക്കത്ത്, മലപ്പുറം ജില്ലയിൽ, അങ്ങനെ വടക്കൻ ജില്ലകളിൽ ഏതെല്ലാം സ്ഥലങ്ങളിൽ, അതെല്ലാം അവിടെ ഇരിക്കട്ടെ. ഞാൻ ഇപ്പോൾ പറയുന്നു, ഞങ്ങൾ മാണി സാറിനെ ആക്ഷേപിക്കുന്നവരല്ല. മാണി സാറിനെ എന്നും സംരക്ഷിച്ചിട്ടുള്ളവരാണ്. പക്ഷെ മാണി സാർ കാണിച്ച ആ തന്റേടവും ആത്മാഭിമാനവും അത്തരത്തിലുള്ള വെല്ലുവിളികളെ ഏറ്റെടുക്കാൻ, അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് ഷുക്കൂർജി, അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരനായുള്ള പ്രമോദ് നാരായണൻ പറഞ്ഞത് കേട്ടില്ല? അതായത് ഈ പറയുന്ന കോഴക്കേസ് ഉണ്ടാക്കിയത് തന്നെ നിങ്ങളാണെന്നാണ്. അദ്ദേഹം മരിച്ചതിന് ശേഷം അതോടുകൂടി പാർട്ടിയും മരിക്കട്ടെ എന്ന് കരുതി നിങ്ങൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നാണ്. പ്രമോദ് നാരായണൻ ഇതൊക്കെ പറയാം. മറ്റൊരു അബ്ദുള്ള കുട്ടിയാണ് പ്രമോദ് നാരായണൻ എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പ്രമോദ് നാരായണനെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്നില്ല. പ്രമോദ് നാരായണനൊന്നും അതൊന്നും പറയാനുള്ള യോഗ്യതയില്ല. പ്രമോദ് നാരായണനൊന്നും അതൊന്നും പറയാനുള്ള യോഗ്യതയില്ല. ജോസ് കെ മാണി പറയട്ടെ. ജോസ് കെ മാണി സ്വന്തം പിതാവിനെ വഞ്ചിച്ചിരിക്കുന്നു. പരലോക ജീവിതം നയിക്കുന്ന പിതാവിനെ വഞ്ചിച്ചിരിക്കുന്നു. പിതാവിനോട് നന്ദികേട് കാണിച്ചിരിക്കുന്നു. പിതാവിന്റെ വ്യക്തിശാസ്ത്രത്തെ അല്ലെങ്കിൽ ആ പിതാവിന്റെ ആശയത്തെ വിറ്റ് കാശാക്കിയിരിക്കുന്നു. അവിടെ ശ്രീ ഷുക്കൂർ, ഞാൻ താങ്കളിലേക്ക് വരാം. അത് ഈ പറയുന്ന KM മാണി തന്നെയും അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണല്ലോ ശ്രീ പ്രമോദ് നാരായണൻ പറയുന്നത്. ശ്രീ പ്രമോദ് നാരായണൻ, താങ്കൾ മറ്റൊരു അബ്ദുള്ള കുട്ടിയാണ്, താങ്കളല്ല മറുപടി പറയേണ്ടത്. പക്ഷേ എന്നാലും താങ്കളോട് ചില രാഷ്ട്രീയ ആക്ഷേപങ്ങൾ മുന്നിലുണ്ട്. ഞാൻ വരാം ശ്രീ ഷുക്കൂർ, ഞാൻ വരാം. നമുക്കിനി പറഞ്ഞു പോകാം, സമയം ഒത്തിരി. എന്നാൽ ഒരു നിമിഷം ശ്രീ പ്രമോദ്, ഒരു നിമിഷം അദ്ദേഹം പറഞ്ഞത് പൂർത്തീകരിക്കട്ടെ. ഞാൻ വരാം ശ്രീ പ്രമോദ്, പൂർത്തീകരിക്കും വേഗത്തിൽ. ഞാൻ പൂർത്തീകരിക്കട്ടെ. അപ്പോ അത്തരത്തിലുള്ള മാണി സാറിനെ സംരക്ഷിച്ച പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. സംരക്ഷിച്ച് നിലനിർത്തിയ മുന്നണിയാണ് UDF. എത്തെല്ലാം ആക്ഷേപം, ഞാൻ ആക്ഷേപങ്ങളൊന്നും ആവർത്തിക്കുന്നില്ല. കാരണം അത് ഇപ്പോഴും ജോസ് കെ മാണി എന്താ ചെയ്തത്? ജോസ് കെ മാണി ലോക്സഭാംഗത്വമുള്ളപ്പോൾ കോൺഗ്രസിനോട് പറഞ്ഞു, ഞാൻ ഈ ലോക്സഭാംഗത്വം രാജിവെക്കുന്നു, എനിക്ക് രാജ്യസഭാംഗത്വം വേണം. കൊടുത്തില്ലേ? എന്ത് വില കൊടുത്തു? ഞങ്ങൾ വേണ്ട 2 അംഗങ്ങളുള്ള എന്റെ ജില്ലയിൽ ഞാനാണ് നേതൃത്വം കൊടുത്തത്. ചേർത്തല മുനിസിപ്പാലിറ്റി AK ആന്റണിയുടെയും വയലാരവിയുടെയും കേന്ദ്രം, ഒരു കാലഘട്ടത്തിലെ അവരുടെയൊക്കെ പ്രവർത്തന പാരമ്പര്യമുള്ള സ്ഥലത്ത് 2 അംഗങ്ങളുള്ള മാണി സാറിന്റെ പാർട്ടിക്ക് 1 വർഷക്കാലം മുനിസിപ്പൽ ചെയർമാൻ ഇപ്പോഴും ഇരിക്കുകയാണ്. മുനിസിപ്പൽ ചെയർമാനായിട്ട് ഞങ്ങൾ എന്തെങ്കിലും അത് പ്രധാനപ്പെട്ടതാണ്. ഞാൻ തിരിച്ചു വരാം ശ്രീ ഷുക്കൂർ താങ്കളിലേക്ക്. അതൊരു ഹൃദയ വികാരമാണ് ശ്രീ പ്രമോദ് നാരായണൻ. അതായത് 39 വർഷക്കാലം നിങ്ങളുടെ പാർട്ടിയെ അതിനകത്ത് സംരക്ഷിച്ചിട്ട്, UDF-ന്റെ കോട്ടക്കകത്തിട്ട് സംരക്ഷിച്ചിട്ട്, ഏറ്റവും കടുത്ത ആക്ഷേപം ഈ മുഹമ്മദ് റിയാസ് അടക്കമുള്ള നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ആവർത്തിച്ചുണ്ടായിട്ട് ഈ തിരുവനന്തപുരം സ്തംഭിപ്പിക്കുന്ന സമരം നടത്തിയിട്ട് കൂടെ ഒരു തള്ളക്കിളി അതിൻ്റെ ചിറകിനകത്ത് എന്ന പോലെ താങ്കളുടെ പാർട്ടിയെ സംരക്ഷിച്ചു വെച്ചിട്ട് ഇപ്പോഴിതാ ഇട്ടുവെച്ച് പോയിരിക്കുകയാണ് അധികാരം തേടിയിട്ട് അവരുടെ കൂടെ. പ്രിയപ്പെട്ട സനീഷ്, ഞാൻ അങ്ങയുടെ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് ബഹുമാനായിട്ടുള്ള ശ്രീ A. ഷുക്കൂർ, അദ്ദേഹം ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ആളാണ്. ആലപ്പുഴ രാഷ്ട്രീയത്തിൽ വളരെ ആദരണീയനായ ആളാണ്. പക്ഷെ അദ്ദേഹം എനിക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ള കേരള കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാട് പറയാനുള്ള യോഗ്യതയ്ക്ക് A. ഷുക്കൂറിന്റെ താമ്രപത്രവും സർട്ടിഫിക്കറ്റും എനിക്ക് ആവശ്യമില്ല. ഞാൻ കേരള കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള ഉത്തരവാദിത്തോടെ തന്നെയാണ് പറയുന്നത്. പിന്നെ എന്റെ രാഷ്ട്രീയ ജാതകവും പ്രവർത്തനവും പരിശോധിക്കലാണ് ഈ ചർച്ചയുടെ ഉദ്ദേശമെന്നും അങ്ങനെ വഴിതിരിച്ചു വിടേണ്ട, അതിന്റെ മറുപടി പറഞ്ഞാൽ പോകുന്നില്ല. ഷുക്കൂറിനെ പോലുള്ള നേതാവിൽ അത്തരം പരാമർശങ്ങൾ അദ്ദേഹത്തിന് ചേരുന്നതാണ്, അദ്ദേഹം പരിശോധിക്കട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. പിന്നെ മതേതരത്വത്തെക്കുറിച്ച് പ്രിയപ്പെട്ട ഷുക്കൂർ അറിഞ്ഞില്ലേ, അവിടെ രാമജന്മഭൂമി ക്ഷേത്രം പണിഞ്ഞപ്പോൾ അതിനെ സ്വാഗതം ചെയ്തത് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസിന്റെ നിലപാടിനെതിരായി അങ്ങയുടെ ഇപ്പോൾ ഉള്ള UDF-ലെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് പ്രമേയം പാസാക്കിയില്ലേ, കടുത്ത ഭാഷയിൽ വിമർശിച്ചില്ലേ.
മതേതരത്വത്തെക്കുറിച്ചിട്ടുള്ള കോൺഗ്രസ് നിലപാടുകളിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് PK കുഞ്ഞാലിക്കുട്ടിയും ET മുഹമ്മദ് ബഷീറും രംഗത്തെത്തിയില്ലേ? അത് മറക്കാൻ കഴിയുമോ നമുക്ക്? പിന്നെ പ്രസക്തമായ ചോദ്യം, ഞങ്ങൾ ഇവിടെ മാണിസാറിനെ UDF സംരക്ഷണം പറയുമ്പോൾ ഞാൻ പറയുന്നു, UDF കെട്ടിപ്പടുത്തത് മാണിസാറല്ലേ? ഒരു വലിയ ജനതയെ UDFന് അനുകൂലമാക്കിയത് മാണിസാറല്ലേ? മാണിസാറിന്റെ എത്രയോ കാലത്തെ പ്രവർത്തനം 38 വർഷയുടെ മുന്നണിയിൽ നിന്നു എത്ര തോൽവിയുണ്ടായി, എത്ര തെരഞ്ഞെടുപ്പ് പരാജയങ്ങളുണ്ടായി, എത്ര പ്രതിസന്ധികളുണ്ടായി, UDFന്റെ നേതാക്കന്മാർക്കെതിരെ എത്ര കേസുകളുണ്ടായി. ഞങ്ങൾ എപ്പോഴെങ്കിലും ആ കാര്യത്തിൽ ഒരു നിലപാട് മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഉറച്ച നിലപാടെടുത്തില്ലേ? ഇല്ല, അത് തന്നെയാണ് ഈ പറയുന്ന തിരിച്ചടികളും കോൺഗ്രസ് തനിക്കെതിരെ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്ന് പറയുമ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തനിക്കെതിരെ സമരം നടത്തുന്ന കാലത്തൊക്കെ KM മാണി ഉറച്ചങ്ങ് നിൽപ്പായിരുന്നു. അതിനകത്തുള്ള പ്രശ്നങ്ങളെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളൂ. അതായത് UDF മുന്നണിക്ക് അകത്ത് നിന്ന് UDF നേതൃത്വത്തോട് പോരാടുക എന്നല്ലാതെ ആ മുന്നണിയെ വിട്ട് പുറത്തേക്ക് വരാൻ ഒരു കാലത്തും KM മാണി തയ്യാറായിരുന്നില്ല എന്ന് നാട്ടുകാർക്ക് അറിയാമല്ലോ. നിങ്ങൾ അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞപ്പോൾ ആ ഉണ്ടായിരിക്കുന്ന വോട്ട് ബേസ് എല്ലാം എടുത്ത് ഇങ്ങോട്ട് പോരാൻ, അധികാരമുണ്ടാക്കാൻ ഇങ്ങോട്ട് പോരാൻ തീരുമാനിച്ചു. അതല്ലേ ഉണ്ടായത്? പ്രിയപ്പെട്ട സനീഷ്, താങ്കളെപ്പോഴും മാധ്യമ പ്രവർത്തകൻ, 2016 UDF വിട്ടുകൊണ്ട് മാണിസാർ പറഞ്ഞതെന്താ? മാണിസാറിന്റെ വളരെ പ്രസക്തമാണ്. എന്നെ ഇല്ലാതാക്കാൻ, കേരള കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ കോൺഗ്രസിലെ ചില കേന്ദ്രങ്ങൾ ശ്രമിച്ചു എന്നാണ് മാണിസാർ പറഞ്ഞത്. ഇവിടെ ഷുക്കൂർ പറഞ്ഞതുപോലെ പ്രമോദ് നാരായണന്റെ വാക്കുകളല്ല, KM മാണിസാറിന്റെ വാക്കുകളാണ്. അതിനുശേഷം അദ്ദേഹം മഹാസമ്മേളനത്തിൽ, കേരള കോൺഗ്രസിന്റെ മഹാസമ്മേളനം പ്രസംഗിച്ചു. ഇടയനെ അടിച്ചുകൊണ്ട് ആടുകളെ ചിതറിക്കാൻ ശ്രമിച്ചു. ഇപ്പൊ മാണിസാറിനെതിരെ ഒരു ഗൂഢാലോചന നടത്തി മാണിസാറിനെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ മാണിസാറിന്റെ മരണത്തിന് ശേഷം നടന്ന പാലാ തെരഞ്ഞെടുപ്പ്, ആ പാലാ തെരഞ്ഞെടുപ്പിൽ PJ ജോസഫ് UDFന്റെ സ്ഥാനാർത്ഥി, ആ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തെഴുതി. ചിഹ്നം നൽകില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം UDFന്റെ നേതാവായിട്ടുള്ള ആ സ്ഥാനാർത്ഥിക്ക് വിജയസാധ്യതയില്ല എന്ന് പറഞ്ഞു. അന്ന് ജോസ് കെ മാണി എന്ന കേരള കോൺഗ്രസിന്റെ നേതാവിനെതിരെ 29 തവണ പ്രസ്താവനകൾ നടത്തി. ഇത്തരം കാര്യങ്ങളെല്ലാം UDFനകത്ത് ഉന്നയിച്ചിട്ട് ഒന്ന് ചർച്ച ചെയ്യാൻ തയ്യാറായോ? ശരി, ഞാൻ തിരിച്ചു വരാം. ഞാൻ ശ്രീ ഷുക്കൂറിന് കുറച്ച് സമയം കുറവാണ് കൊടുത്തത് എന്നൊരു തോന്നൽ എനിക്കുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് വിശദീകരിക്കാൻ വേണ്ടത്ര സമയം കിട്ടില്ല. ഞാൻ തിരിച്ചു വരാം. ശ്രീ ഷുക്കൂർ, ഇവിടെ കോൺഗ്രസിനോടുള്ള വിദ്വേഷത്തെക്കുറിച്ച്, കോൺഗ്രസിനോടുള്ള എതിരഭിപ്രായത്തെക്കുറിച്ച് നിരവധിയായിട്ട് തവണ KM മാണി സംസാരിച്ചിട്ടുണ്ട്. മാർക്സിസ്റ്റ് മുന്നണിയോട് എന്തിനാണ് വിദ്വേഷം, ആർക്കാണ് ഉണ്ടാക്കാൻ സാധിക്കുക? എല്ലാവരും ആ മുന്നണിക്കകത്ത് ഉണ്ടായിരുന്നതല്ലേ, AK ആന്റണി അടക്കമുള്ള ആളുകൾ ഇരുന്നതല്ലേ എന്ന് അദ്ദേഹം പറയുന്നതിൻ്റെ വീഡിയോ ഇപ്പോഴും ഈ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ പരക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് എന്തെങ്കിലും പോകാൻ സാധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പോകേണ്ടി വന്നാൽ പോകുന്നതിന് തടസ്സമൊന്നുമില്ല എന്ന് അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഇതിപ്പോൾ മതിയായ കാരണങ്ങളുണ്ട് ശ്രീ പ്രമോദ് നാരായണൻ വിശദീകരിക്കുന്നത് പോലെ. ശ്രീ ഷുക്കൂർ, അല്ല സനീഷേ, മാണി സാറ് അത്തരം കാര്യങ്ങൾ ചില സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ടാകാം. ഞാൻ അതിനൊന്നും നിഷേധിക്കുന്നില്ല. മാണി സാറ് പറഞ്ഞിട്ടുള്ളതാണ്. അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞതുപോലെ ബാബറി മസ്ജിദ് വിഷയമുണ്ടായപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മാണി സാറിന് അഭിപ്രായം ഉണ്ടായിരുന്നു, മുസ്ലിം ലീഗിന് അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ UDF മുന്നണി ശിഥിലമായോ? അതിന്റെയൊക്കെ പേരിൽ UDFന്റെ ഒരു നിലപാടുണ്ടായിരുന്നു. അതിൽ കോൺഗ്രസ് നേതൃത്വത്തിന് എന്തെങ്കിലും വീഴ്ചയോ പോരായ്മയുണ്ടെങ്കിൽ അതൊക്കെ ചർച്ച ചെയ്യുമായിരുന്നു. അതൊരു ജനാധിപത്യ പാർട്ടി, ഒരു ജനാധിപത്യ മുന്നണി. അതാണ് അത്തരത്തിൽ പോയ പാരമ്പര്യം മാണി സാർ തന്നെ കാട്ടിക്കൊടുത്തിരുന്നു. മാണി സാറ് അത്തരം കാര്യങ്ങളിൽ ഞങ്ങളുടെ വഴികാട്ടി തന്നെയായിരുന്നു. മാണി സാറിന് വ്യത്യസ്തമായ ചില നിലപാടുകൾ എടുക്കണം എന്ന് മനസ്സിൽ തോന്നുമ്പോഴും അത് പറയാനും അത് ചർച്ച ചെയ്യുകയും അതിനനുസൃതമായി നമ്മുടെ UDF മുന്നണിയെ കഴുത്തർജിപ്പിച്ച് മുന്നോട്ട് പോകാനും കഴിഞ്ഞിട്ടുണ്ട്. മാണി സാർ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഭരണപക്ഷത്തിരുന്ന PJ ജോസഫിനെ രാജിവെപ്പിച്ച് മാണി സാറിന്റെ പാർട്ടിയിൽ ചേർത്തതും ഞാൻ ഓർക്കുന്നു. ഞാനന്ന് നിയമസഭയിലുള്ള കാലഘട്ടമാണ്. നിങ്ങൾക്കറിയാമോ? അങ്ങനെ അങ്ങനെ കേരള കോൺഗ്രസിനെ ഒരുമിപ്പിച്ച് ശക്തിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ മാണി സാറിന് കഴിഞ്ഞു. ആ മാണി സാറിന്റെ താല്പര്യം എന്തായിരുന്നു? അതിന് വിരുദ്ധമായ നിലപാടാണ് ഇപ്പോൾ ജോസ് കെ മാണി. അതാണ് അവരുടെ പ്രശ്നം ശ്രീ ഷുക്കൂർ. അതായത് മാണി സാർ ഉണ്ടായിരുന്ന കാലത്ത് നിങ്ങൾ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോയി. പക്ഷെ മാണി സാർ പോയപ്പോൾ ആ കാലം കഴിഞ്ഞല്ലോ, ഈ പാർട്ടി അങ്ങ് ഇല്ലാതാക്കി കളയാം, ജോസ് കെ മാണി അടക്കമുള്ള പാർട്ടി അങ്ങ് ഇല്ലാതാക്കി കളയാമെന്ന് നിങ്ങൾ PJ ജോസഫിന് കൊട്ടേഷൻ കൊടുത്തു. അതാണ് അവരെടുത്ത് പോകുന്നത്. അതവർക്ക് മനസ്സിലായി പോയി ശ്രീ ഷുക്കൂർ. അതല്ലേ നമ്മൾ കാണുന്നത്.
സനീഷ് അങ്ങനെ പറയരുത് ദയവ് ചെയ്ത്. കാരണം മാണി സാറിന്റെ പാർട്ടി കേരള കോൺഗ്രസ് മാണി എന്ന പാർട്ടി ഇപ്പോൾ PJ ജോസഫ് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയായി മാറാൻ പോകുന്ന തരത്തിലെ കാര്യങ്ങൾ പോകുന്നു. PJ ജോസഫിനെയും മാണി സാറിനെയും ഒരുമിച്ച് നിർത്തി മാണി സാറിന്റെ നേതൃത്വത്തിൽ ഇത് പോകണം. മാണി സാറിന്റെ മരണശേഷവും ജോസ് കെ മാണിയും PJ ജോസഫും ഒരുമിച്ച് പോകണം എന്നാഗ്രഹിച്ച പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. UDF അത്തരത്തിലാണ് നിലപാടുകൾ എടുത്തിട്ടുള്ളത്. രണ്ടുപേരെയും യോജിപ്പിച്ചു കൊണ്ടുപോകണം. അങ്ങനെ രണ്ടുപേരെയും യോജിപ്പിച്ചു കൊണ്ടുപോകുന്നതിന്റെ ഫലമായി മാണി സാറിന്റെ സ്വന്തം തട്ടകം അത് ഇല്ലാതാക്കിയതിന്റെ ഉത്തരവാദിത്തം ജോസ് കെ മാണിക്കും ഇത്തരം പ്രമോദിനെ പോലുള്ള ആളുകൾക്കുമാണ്. അവരൊക്കെ വേണ്ടാത്ത രീതിയിൽ ജോസ് കെ മാണിയെ പ്രോത്സാഹിപ്പിച്ചു കൊടുത്തു. അതിന്റെ പരിണത ഫലം നമ്മൾ അനുഭവിച്ചു. UDF എന്നും മാണി സാറിന്റെ കോട്ട, UDFന്റെ കോട്ട, ആ പാല നഷ്ടപ്പെട്ടു. ജനാധിപത്യ കോട്ട അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ. ശരി, ഞാൻ തിരിച്ചു വരാം ശ്രീ ഷുക്കൂർ താങ്കളിലേക്ക്. ശ്രീ മുഹമ്മദ് റിയാസ് താങ്കളിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ BV രാജേഷ് BJP നേതാവ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ BV രാജേഷ്, ഇതിപ്പോൾ മുന്നണി മാറുന്നത് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടി മറ്റൊരു രാഷ്ട്രീയ നിലപാടുള്ള ആളുകളുമായിട്ട് ചേരുന്നത്, ഒരു രാഷ്ട്രീയ പാർട്ടിക്കകത്തെ നേതാവ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പോകുന്നത്, ഇതിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇപ്പോഴത്തെ കാലത്ത് വിചാരിക്കേണ്ടതുണ്ടോ? തലേ ദിവസം വരെ BJPക്കെതിരെ പറഞ്ഞ ഖുശ്ബു ഇപ്പോൾ BJPയുടെ പ്രധാനപ്പെട്ട നേതാവായിട്ട് മാറിയില്ലേ? അങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. എന്തിനാണ് പിന്നെ ഈ പറയുന്ന ജോസ് കെ മാണി വിഭാഗം കേരള കോൺഗ്രസ് മാണി അങ്ങോട്ട് മാറിയതിൽ വലിയ എതിർപ്പ് BJPയുടെ ഭാഗത്തുണ്ടാകുന്നത്? ശ്രീ BV രാജേഷ് കേൾക്കാമോ? അദ്ദേഹത്തിലേക്ക് വരാം. ചെറിയ സാങ്കേതിക പ്രശ്നം. അദ്ദേഹം ഒരു പരിപാടിയിലാണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് സംസാരിക്കാമെന്നാണ് പറഞ്ഞത്. ശ്രീ രാജേഷ് കേൾക്കാമോ? ഞാൻ പറയാം. ശ്രീ മുഹമ്മദ് റിയാസ്, ഇവിടെ ഇപ്പോഴും ബാക്കിയാകുന്നൊരു ചോദ്യം, നിങ്ങൾ ഈ പറയുന്ന വർഗീയതക്കെതിരെയുള്ള മതേതരത്വ നിലപാടുകൾ ശക്തിപ്പെടണമെന്നൊക്കെ പറഞ്ഞാൽ അതിനർത്ഥം ഞാൻ നേരത്തെ ചോദിച്ച പോലെ നാട്ടുകാർ വിചാരിക്കുകയില്ലേ ഇതിലൊന്നും വലിയ കാര്യമില്ല, ഇപ്പോൾ പറയുന്നത് പോലെയല്ല നാളെ ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ നിലപാടുകളിൽ പറയുക എന്ന കാര്യം അവിടെ വരികയില്ലേ? രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഉദ്ദേശിക്കുന്നൊരു നേട്ടം ഇതുകൊണ്ടുണ്ടാവുകയില്ല എന്ന് രമേശ് ചെന്നിത്തല തൊട്ട് ഷുക്കൂർ വരെയുള്ള ആളുകൾ പറയുന്നുണ്ട്. അതായത് യഥാർത്ഥ പാർട്ടി PJ ജോസഫിനൊപ്പം നിൽക്കും. KM മാണി ഉണ്ടായിരുന്ന കാലത്ത് അദ്ദേഹത്തെ വലിയ തോതിൽ ആക്രമിച്ച നിങ്ങൾക്കൊപ്പം ഈ പാർട്ടിയുടെ വോട്ടർമാർ വരികയില്ല എന്നുകൂടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന ആളുകൾ. അങ്ങനെയാണെങ്കിൽ പിന്നെ കൊണ്ടുവരുന്നത് ചീത്തപ്പേരാവുകയും ചെയ്യും, പ്രത്യേകിച്ചൊരു ഗുണമുണ്ടാവുകയില്ല എന്ന അവസ്ഥയാവില്ലേ? ഒരിക്കലാവില്ല. പിന്നെ രമേശ് ചെന്നിത്തല പറയുന്നത് എന്താണ്, UDF കൺവീനർ പറയുന്നത് എന്താണ്? പാലയിലെ MLA വിളിച്ചിരുന്നുവെന്ന് UDF കൺവീനർ പറയുമ്പോൾ വിളിച്ചിട്ടില്ല, തന്നെ വിളിച്ചിട്ടില്ല എന്ന് രമേശ് ചെന്നിത്തല പറയുന്നു. അത് മുങ്ങുന്നൊരു കപ്പലിലെ കപ്പിത്താന്മാരുടെ പ്രശ്നമാണ്, അതത്രേ കാണുന്നുള്ളൂ. ഇപ്പോൾ ഇതൊരു മതവർഗീയതയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലെ നിലപാട് മാത്രമാണോ? കാർഷിക മേഖല, നമ്മുടെ സംസ്ഥാനത്തെ കിഴക്കൻ മലയോര ബെൽറ്റ്, അവരൊക്കെ നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ UDF എടുക്കുന്ന സമീപനമുണ്ട്. അതൊക്കെ ബന്ധപ്പെട്ട പ്രശ്നമാണ്. പിന്നെ UDFൻ്റെ സ്ഥിതി ഇപ്പോൾ എന്താ? ഇപ്പോൾ കോൺഗ്രസ് മുസ്ലിം ലീഗ് മാത്രമുള്ള ഒരു മുന്നണി. ഈ മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്താ? ഇപ്പോൾ വടക്കൻ ജില്ലകൾ 5 ജില്ല എടുത്ത സനീഷ്, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം 48 നിയമസഭാ സീറ്റുണ്ട്. അവിടെ കോൺഗ്രസിന് ആകെ ഉള്ളത് 4 സീറ്റാണ്. ജയിച്ച 4 MLA മാർ. മുസ്ലിം ലീഗിന് 16. കാസർഗോഡ് കോൺഗ്രസിന് ഒരു MLA ഇല്ല, കോഴിക്കോട് കോൺഗ്രസിന് ഒരു MLA ഇല്ല. കാസർഗോഡ് മുസ്ലിം ലീഗിന് 2 MLA മാരുണ്ട്, കോഴിക്കോട് മുസ്ലിം ലീഗിന് 2 MLA മാരുണ്ട്. കണ്ണൂർ കോൺഗ്രസിന് 2 MLA മാരുണ്ട്, മുസ്ലിം ലീഗിന് ഒരു MLA ഉണ്ട്. മലപ്പുറം ജില്ല എടുത്താൽ കോൺഗ്രസിന് ഒറ്റ MLA മലപ്പുറം ജില്ലയിലുള്ളൂ, 11 MLA മാർ മുസ്ലിം ലീഗിന്. 48 നിയമസഭാ മണ്ഡലങ്ങളിലെ 5 ജില്ലകളിലായി മുസ്ലിം ലീഗിന് കോൺഗ്രസിൻ്റെയും സീറ്റ് പരിശോധിച്ചാൽ 4ഉം 16ആണ്. 4ൻ്റെ 4 ഇരട്ടി, കോൺഗ്രസിൻ്റെ 4 ഇരട്ടിയാണ് മുസ്ലിം ലീഗ് ഈ 5 ജില്ലയിൽ. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള സ്ഥിതി ഇപ്പോൾ ഏറെക്കുറെ തീരുമാനമായി. അപ്പോൾ മുസ്ലിം ലീഗും കോൺഗ്രസും അടങ്ങുന്ന ഒരു മുന്നണിയായി മുന്നണി മാറി. അതിൽ നേതാക്കന്മാർ മാത്രമേ ഇനി മുന്നണിയിലുണ്ടാവൂ, അണികളുണ്ടാവില്ല. മുങ്ങുന്ന കപ്പലിൽ നിന്നും അണികൾ ചാടിക്കൊണ്ടിരിക്കും, ഓരോ ദിവസവും ചാടിക്കൊണ്ടേ. ഈ പറയുന്ന മുന്നണിക്കകത്തെ പാർട്ടികളുടെ എണ്ണമോ പാർട്ടിക്കകത്തെ നേതാക്കളുടെ തലയെടുപ്പോ എണ്ണമോ അല്ല, രാഷ്ട്രീയ നിലപാടാണ് വോട്ടുണ്ടാക്കി തരിക. രാഷ്ട്രീയ നിലപാടാണ് ഈ വോട്ടർമാർ പരിഗണിക്കുക എന്നല്ലേ എല്ലാ കാലത്തും ഇടതുപക്ഷം നാട്ടുകാരോട് പറയാറ്. അതിനുള്ള ഉദാഹരണങ്ങളും ചൂണ്ടിക്കാണിക്കാറുണ്ടല്ലോ.
ഇവിടെ രാഷ്ട്രീയ നിലപാട് അഴിമതിക്കെതിരെ എടുത്ത അതേ കക്ഷികളോട് കൂട്ടുചേരുന്നു, അവരെ പാർട്ടിക്കകത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ അത് നേട്ടമുണ്ടാക്കി തരും എന്നെങ്ങനെയാണ് കരുതുക? നാട്ടുകാർ നിങ്ങളുടെ രാഷ്ട്രീയ അധാർമികതയെ കൂടെ വിലയിരുത്തിയല്ലേ വോട്ട് ചെയ്യുക? ഒന്ന്, രാഷ്ട്രീയ നിലപാട് തന്നെയാണ് ഈ അവസ്ഥയിലേക്ക് മുന്നണി എത്തുന്നു എന്നുള്ളതാണ് ഞാൻ പറയാൻ കാരണം. UDF എന്ന മുന്നണി രാഷ്ട്രീയ നിലപാടിൻ്റെ പാപ്പരത്വം, നിശ്ചയദാർഢ്യമില്ലായ്മ, ഇരട്ടത്താപ്പ്, ഇതൊക്കെ കാരണം മുങ്ങുന്നു എന്നുള്ളതാണ് പ്രശ്നം. രാഷ്ട്രീയ നിലപാട് തന്നെയാണ് പ്രശ്നം. ഞാനിപ്പോൾ അതിനായി ഈ 5 ജില്ലയുടെ മാത്രം എക്സാമ്പിൾ എടുത്തത്. എന്തിലവർക്ക് നിലപാടുള്ളത്? നിലപാടുള്ളൊരു വിഷയം പറയട്ടെ. രാജ്യത്തെ മതവർഗീയത ആളിക്കത്തുന്ന പ്രശ്നങ്ങളിൽ എന്താണ് UDFൻ്റെ നിലപാട്? നരേന്ദ്രമോദി എന്നുള്ളൊരു മനുഷ്യൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് എന്നുള്ള ഓർമ്മയെങ്കിലും കേരളത്തിലെ കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കന്മാർക്കുണ്ടോ? എന്നെങ്കിലും അയാൾക്കെതിരെ ഒരക്ഷരം വേണ്ടിയിട്ടുണ്ടോ? ഈ രാജ്യത്ത് ഇങ്ങനെയൊക്കെ ജനവിരുദ്ധ നയങ്ങൾ പാർലമെന്റിനെ നോക്കുകുത്തിയാക്കി നടപ്പിലാക്കിയപ്പോൾ ഒന്ന് മോദിക്കെതിരെ ഒന്ന് മൂളാൻ UDF നേതാക്കന്മാർക്ക് പറ്റിയോ? പറ്റിയിട്ടില്ല. അണികൾ എത്ര വിഷമിക്കുന്നുണ്ട്. UDFിലെ അണികൾക്ക് എന്തൊരു വികാരമുണ്ട് അതിൽ. രാഷ്ട്രീയ നിലപാട് അതിൽ മാത്രമാണ്. വർഗീയത 11 വെള്ളി ഇഷ്ടികയാണ് കമൽനാഥ് എന്ന കോൺഗ്രസ് നേതാവും മധ്യപ്രദേശിലെ കോൺഗ്രസ് ഘടകവും അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ തറക്കല്ലിടലിന് അയച്ചു കൊടുത്ത് പിന്തുണ പ്രഖ്യാപിച്ചത്. കേരളത്തിലെ UDFിന്റെ നേതാക്കന്മാർ RSS വോട്ട് മറിക്കിയെടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ന് പറഞ്ഞാൽ 11 സ്വർണ്ണ ഇഷ്ടിക അയച്ചു കൊടുക്കും. ഇതല്ലേ വരെ രാഷ്ട്രീയ നിലപാട്? രാഷ്ട്രീയ നിലപാടിന്റെ കാര്യത്തിൽ പാപ്പരത്വം. ഇപ്പൊ പറയുന്ന പരലോകത്തുള്ള ആൾ പൊറുക്കൂലെന്ന് എൻ്റെ പ്രിയപ്പെട്ട ശ്രീ ഷുക്കൂർ പറഞ്ഞു. ജവഹർലാൽ നെഹ്റുവും പരലോകത്താണ് ഉള്ളത്. ജവഹർലാൽ നെഹ്റു ഇന്ന് പരലോകത്തുള്ളത് നിങ്ങൾ രക്ഷപ്പെട്ടു. ജവഹർലാൽ നെഹ്റു ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ KPCC ആഫീസ് കയറി കോൺഗ്രസ് നേതാക്കന്മാരെ കൈകാര്യം ചെയ്യുമായിരുന്നു. RSSന്റെ ശക്തമായ നിലപാടെടുത്ത ജവഹർലാൽ നെഹ്റുവിൻ്റെ ആശയം എവിടെ? ജവഹർലാൽ നെഹ്റുവിന് ഓർമ്മയുണ്ടോ? ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ഇപ്പം നിങ്ങളുടെ ഭാഷ കടെടുത്ത് പറഞ്ഞാൽ പരലോകത്തുള്ള ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി എടുത്ത നിലപാടാണോ ഇന്ന് കോൺഗ്രസിനുള്ളത്? അല്ലെന്ന് അറിയാലോ. ഇനി ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അതും പരലോകത്താണല്ലോ. ഇപ്പം നിങ്ങൾ KM മാണി സാറ് പരലോകത്താണെന്ന് പറഞ്ഞല്ലോ ശ്രീ ചുക്കൂർ. മഹാത്മാഗാന്ധി പരലോകത്തുണ്ട്. മഹാത്മാഗാന്ധിയുടെ ഘാതകൻ നാഥൂറാം ഗോഡ്സെയുടെ പ്രിയപ്പെട്ട പ്രസ്ഥാനം നിയന്ത്രിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒറ്റക്കക്ഷിയായി ഭൂരിപക്ഷം കിട്ടി. കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ അതിനോട് എടുക്കുന്ന സമീപനം എന്താ? BJPയുടെ കേന്ദ്ര സഹമന്ത്രിയുടെ പരസ്യമായ പ്രോട്ടോകോൾ ലംഘനവും വിവാദങ്ങളും ഉണ്ടായപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരൊന്ന് മിണ്ടിയോ? ഒന്ന് ശബ്ദിച്ചോ? ശബ്ദിച്ചിട്ടില്ല. അതന്നെയാണ് പ്രശ്നം. രാഷ്ട്രീയ നിലപാടാ പ്രശ്നം. ഈ രാഷ്ട്രീയ നിലപാട് യഥാർത്ഥത്തിൽ യൂദാസ് എന്ന പദപ്രയോഗം ചേരുക കേരളത്തിലെ ഇന്ത്യയിലും കോൺഗ്രസിനാണ്. മതനിരപേക്ഷതയെ 30 വെള്ളിക്കാശിനല്ല അധികാരത്തിന് വേണ്ടി ഒറ്റുകൊടുക്കുന്ന യൂദാസ് അത് കോൺഗ്രസ് ആണ്. ശരി, കോൺഗ്രസിന് ചേരുന്ന പദപ്രയോഗമാണ് യൂദാസ്. ഇന്ത്യൻ മതനിരപേക്ഷതയെ ഒറ്റുകൊടുക്കുന്ന കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാടിന്റെ പൊള്ളത്തരം UDF പ്രധാനപ്പെട്ട പാർട്ടിയെ LJD നേരത്തെ മനസ്സിലാക്കി. ഇപ്പൊ കേരള കോൺഗ്രസ് മനസ്സിലാക്കി. ഇനി കോൺഗ്രസിലെയും മുസ്ലിം ലീഗിലെ അണികൾ മനസ്സിലാക്കും. അവസാനം UDFിന്റെ ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ. UDFിന്റെ പൊതുയോഗം നടക്കുമ്പോൾ പ്ലഗും വയറ് ഊരി പോയിക്കോളാൻ പറയും അണികൾ. ഒറ്റൊരാൾ പൊതുയോഗം കേൾക്കാൻ പോലും ഉണ്ടാവില്ല. അവിടേക്ക് എത്തി കേരളത്തിലെ UDF. ശരി, ഞാൻ തിരിച്ചു വരാം. BJPയുടെ അഭിപ്രായം ഇതുവരെ നമുക്ക് ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് എടുക്കാനായിട്ടില്ല. ശ്രീ VV രാജേഷ്, ഈ മുന്നണി മാറ്റം, ആളുകൾ രാഷ്ട്രീയ പാർട്ടി മാറുന്നത് അത്ഭുതകരമായ കാര്യമല്ലല്ലോ. ഇവിടെ BJPയിലേക്കാണ് സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ മാറിയിട്ടുള്ളത്. അതുകൊണ്ട് ഇക്കാര്യത്തെ എതിർക്കാൻ നിങ്ങൾ എന്തിനാണ് തയ്യാറാകുന്നത്? അങ്ങനെയൊക്കെ നടക്കില്ലേ നാട്ടിൽ? സനീഷ്, വ്യത്യസ്തമായ പാർട്ടികളിലേക്ക് ആൾക്കാർ പോവുക, അല്ലെങ്കിൽ മുന്നണിയിലുള്ള ഘടകകക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക, ഇതൊക്കെ തന്നെ രാഷ്ട്രീയത്തിൽ നിഷിദ്ധമാണെന്ന് ഞാൻ പറയുന്നില്ല. ഞങ്ങളുടെ മുന്നണി വിട്ടും പോയിട്ടുണ്ട്, ഞങ്ങളുടെ മുന്നണിയിലേക്ക് വന്നിട്ടുണ്ട്. ഈ കേരള കോൺഗ്രസ് ഇപ്പോൾ LDFിൽ വന്നത് റിയാസ് വളരെ സന്തോഷത്തിലാണ്. കേരള കോൺഗ്രസ് ഇപ്പോൾ LDFിലേക്ക് വന്നത് വ്യത്യസ്തമായ സാഹചര്യത്തിലാണ് വിലയിരുത്തേണ്ടത്. ഇപ്പൊ റിയാസ് വളരെ സന്തോഷത്തിലാണെന്ന് ഞാൻ പറയാൻ കാരണം, എനിക്ക് തോന്നുന്നു KM മാണിയുടെ പാർട്ടി വന്നപ്പോൾ അവിടെ വീട്ടിലിരുന്ന നോട്ടെണ്ണൽ യന്ത്രം കൂടി LDFിന് കിട്ടിയ സന്തോഷത്തിലാണെന്ന് തോന്നുന്നു. റിയാസ് നല്ല ഫോമിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ നോട്ടെണ്ണൽ യന്ത്രത്തെ കുറിച്ചൊക്കെ ആരോപണം ഉന്നയിച്ചത് കേരളത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. മാത്രവുമല്ല, നിയമസഭയിലൊക്കെ തന്നെ LDFും CPMും കാണിച്ച സ്പീക്കർ, ജയരാജൻ മന്ത്രി ഉൾപ്പെടെയുള്ളവർ കഴിഞ്ഞ കാലഘട്ടത്തിൽ കാണിച്ചതും തന്നെ ആരും മറക്കുകയില്ല. അതേ രാഷ്ട്രീയം പേറുന്ന കേരള കോൺഗ്രസ് ഇങ്ങോട്ട് വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ജനമനസ്സുകൾ അത് മറക്കാൻ പോലും ഇടയാവാത്ത സാഹചര്യത്തിൽ LDFിന്റെ രാഷ്ട്രീയ പാപ്പരത്വം, LDFിന്റെ വോട്ട് ബാങ്കിലുണ്ടായ സമീപകാല രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ LDFിന്റെ വോട്ട് ബാങ്കിലുണ്ടായ ചോർച്ച, അഴിമതി
യുടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിയാണെങ്കിലും ആ പാർട്ടി വന്നെങ്കിലും കുറച്ച് വോട്ടുകൾ പോയ വോട്ടുകൾ ശേഖരിച്ച് നിർത്താൻ പറ്റുമെന്നുള്ള എല്ലാ പ്രത്യയശാസ്ത്രങ്ങളും പണയം വെച്ചുകൊണ്ടുള്ള LDFന്റെ രാഷ്ട്രീയ പാപ്പരത്വം ഒരു ഭാഗത്ത് ചർച്ച ചെയ്യുമ്പോൾ വിത്തൗട്ട് കേരള കോൺഗ്രസ് എന്താണ് UDFന്റെ മധ്യ കേരളത്തിലെ അവസ്ഥ? കോൺഗ്രസ് ആകെ അങ്കലാപ്പിലായിരുന്നു. ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ LDF നയിക്കുന്ന മുന്നണിയും BJP നയിക്കുന്ന മുന്നണിയും തമ്മിലായിരിക്കും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരം വരാൻ പോകുന്നത് എന്നുള്ളതിന്റെ പകപ്പാടിലാണ്, അങ്കലാപ്പിലാണ് UDFന്റെ കേരള നേതൃത്വം. ശരി, വളരെ നന്ദി ശ്രീ BV രാജേഷ്. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് കയറി ഇടപെട്ടത്, എന്നോട് ക്ഷമിക്കണം. ശ്രീ ഷുക്കൂർ, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. എനിക്ക് ഉത്തരം കിട്ടാത്തൊരു കാര്യം, ഈ നടക്കാത്തൊരു ചർച്ചയെക്കുറിച്ച് ഹസൻ എന്തുകൊണ്ടായിരിക്കും പറഞ്ഞത്? അല്ല, ഞാന് ഈ റിയാസ് പറഞ്ഞത് ഓർക്കുകയാണ്. റിയാസിന് ഇപ്പോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോടും മഹാത്മാഗാന്ധിയോടും ഒക്കെ വളരെ നല്ല സ്നേഹത്തിലും വലിയ ബഹുമാനത്തിലുമാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അടക്കമുള്ള നേതാക്കളെ സായുധ വിപ്ലവത്തിലൂടെ വകവരുത്തണം എന്ന് പറഞ്ഞ് ഒരു നേതാവ് VT രണദിവേ എന്ന് പറയുന്ന നേതാവ് കൽക്കട്ട തീസിസുമായി വന്നതെല്ലാം മറന്നുപോയോ റിയാസെ? അന്ന് മുതൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ എന്തുമാത്രം മഹാത്മാഗാന്ധി ഉൾപ്പെടെ ആക്ഷേപിച്ചവരും നിന്ദിച്ചവരുമാണ്. നിങ്ങൾ ഇന്നതെല്ലാം മാറ്റി പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് വന്നു. നിങ്ങളുടെ ആ മാറ്റത്തെ സ്വാഗതം ചെയ്യുന്നു, വളരെ നല്ലത് തന്നെ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇത്രയും നേരം റിയാസ് സംസാരിച്ചിട്ട് മാണി സാറിനെ കുറിച്ചൊരു നല്ല വാക്ക് പറയാൻ, ഞങ്ങൾ പറഞ്ഞതല്ല ആക്ഷേപങ്ങൾ ഞങ്ങൾ ഇതാ പിൻവലിക്കുന്നു എന്ന് പറയാൻ ഇപ്പോഴെങ്കിലും ഒരു മര്യാദ കാണിക്കണ്ടേ റിയാസിനെ പോലുള്ളവർ ഇത്ര കാപട്യ രാഷ്ട്രീയം, അത് നിങ്ങളുടെ അടവ് നയത്തിന്റെ ഭാഗമാണ്. നിങ്ങൾക്ക് രണ്ട് നയമാണ്. കാരണം തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അടവ് നയമാണ്, അതിന്റെ ഭാഗമാണ്. ഇപ്പോഴും അതാണ് അടവ് നയം. ഈ മുഖ്യമന്ത്രി ഇത്രയും മാത്രം ആക്ഷേപത്തിലും ആരോപണത്തിലും അഴിമതിയിലും മുങ്ങിക്കുളിച്ച് നിന്ന മുഖ്യമന്ത്രി കഴിഞ്ഞ കുറെ ദിവസങ്ങളായി പറഞ്ഞതെല്ലാം 2 ദിവസമായി മാറ്റി പറയേണ്ട ഗതികെട്ട അവസ്ഥ വന്ന് നിൽക്കുമ്പോഴും പോയി ചേരുന്ന ജോസ് കെ മാണി എവിടെയാണ് എന്നുള്ളതിൽ ഞങ്ങൾ സന്തോഷിക്കുകയാണ്. കാരണം ജനങ്ങൾ ഇത്രമാത്രം വെറുക്കുന്ന LDF മുന്നണി, അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന LDF മുന്നണി, അതിന്റെ പിണറായി സംഘത്തോടൊപ്പം പഴയ ഞങ്ങളുടെ കൂടെ നിന്നപ്പോൾ ഞങ്ങൾ സത്യസന്ധനും ആദർശധീരനും വ്യക്തിശാസ്ത്രവും നിലപാടും കർഷക സ്നേഹവും കർഷക എന്ന് കൊണ്ട് പറഞ്ഞ് നടന്ന ഞങ്ങൾ കൊണ്ടുവരുന്ന മാണി സാറിനെ നിങ്ങൾ ആക്ഷേപിച്ച് ആരോപിച്ച് വഷളാക്കിയ ആളുടെ മകൻ ഇപ്പോൾ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളൊന്ന് തിരിച്ചു പറയാനുള്ള ഒരു മനസ്സ് കാണിച്ച് ശ്രീ പ്രമോദ് നാരായണൻ പെട്ടെന്ന് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ പറയും. നമ്മുടെ സമയം കടന്നു. പറഞ്ഞോട്ടെ. BJP നേതാവ് നോട്ടുകെട്ടിനെ കുറിച്ചൊക്കെ, ഇന്ത്യയിലെ MLA-മാരെയും ഒക്കെ ഓപ്പറേഷൻ ലോട്ടസ് എന്ന് പറഞ്ഞ കോടിക്കണക്കിന് രൂപ UDF-ന് അത് ബാധിക്കില്ല. ശരി, രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല, എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഞാൻ രണ്ടുപേരും പറഞ്ഞോട്ടെ. പെട്ടെന്ന് ശ്രീ റിയാസ്. അല്ല, ഒറ്റ കാര്യം പറയാം. ഇവിടെ UDF-ന് ഒന്നും സംഭവിക്കില്ല കേരള കോൺഗ്രസ് പോയത് കൊണ്ട് എന്ന്, UDF-നൊന്നും സംഭവിക്കില്ല കേരള കോൺഗ്രസ് പോയത് കൊണ്ട് എന്ന് ഒരു UDF നേതാവ് പറഞ്ഞു. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം ഞങ്ങൾ UDF യോഗം കൂടി അത് വിലയിരുത്തിയതാണ്. ഞാൻ വിചാരിച്ചു വല്ല BBC ആയിട്ട് റിപ്പോർട്ട് ചെയ്തതാണ്. UDF-ന് പിന്നെ യോഗം കൂടി അങ്ങനെയല്ലേ വിലയിരുത്താൻ പറ്റൂ? ശ്രീ ഷുക്കൂർ ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എന്തായാലും ശരി, വളരെ നന്ദി ശ്രീ റിയാസ്. എന്നോട് ക്ഷമിക്കണം, സമയം കടന്നുപോയി. ശ്രീ പ്രമോദ് നാരായണൻ ഒരിക്കൽ കൂടെ താങ്കളിലേക്ക് വരണമെന്നുണ്ടായിരുന്നു, പറ്റാത്തതുകൊണ്ടാണ്. എന്നോട് ക്ഷമിക്കണം, സമയം കടന്നു. വളരെ നന്ദി ശ്രീ മുഹമ്മദ് റിയാസ്, ശ്രീ A ഷുക്കൂർ, ശ്രീ പ്രമോദ് നാരായണൻ, ശ്രീ BV രാജേഷ് ഞങ്ങളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചതിന്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്. വരും ദിവസങ്ങളിലും ഈ ചർച്ച തുടരേണ്ടി വരും. നമസ്കാരം. Prime Debate powered by Nehru Group.